ഹരേ കൃഷ്ണ. ശ്രീ ശ്രീ രാധാനീലമാധവ് സത്സംഗത്തിലെ എല്ലാ ഭക്തന്മാർക്കും ഈ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്ന എല്ലാ ഭക്തന്മാർക്കും നമ്മുടെ റെഗുലർ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് വളരെ ഹാർദവമായ സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായം 2:11 മുതൽ 30 വരെയുള്ള വാക്യങ്ങളില് കഴിഞ്ഞ ആഴ്ച 2 ആഴ്ചകളായിട്ട് ഡിസ്കസ് ചെയ്തത് ജീവാത്മാവിന്റെ അനശ്വരതയെ പറ്റിയാണ്. ഒരു ആധ്യാത്മികവാദി നമുക്കറിയാം, സ്പിരിറ്റും മാറ്ററും തമ്മിലുള്ള വ്യത്യാസമാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ആത്മജ്ഞാനം എന്ന് പറയുന്ന ആ ഒരു ഭാഗം തന്നെ ഭഗവാൻ 2.11 മുതൽ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. ആത്മാവിനെ നശിപ്പിക്കാൻ പറ്റില്ല, ആത്മാവിനെ പിന്നെ എന്താണ് അലിയിക്കാൻ പറ്റില്ല, അതിനെ കാറ്റത്ത് ഉണക്കാൻ പറ്റില്ല, ഒരു ആയുധങ്ങൾ കൊണ്ട് മുറിവേക്കാൻ പറ്റില്ല, പക്ഷെ ഭൗതിക ശരീരം നശ്വരമാണ്. ഇതെല്ലാം ആര് പറഞ്ഞു കൊടുത്തു? ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുത്തു. ശരിയാണ്, ആത്മാവ് ആണ് ഞാൻ, ഇതല്ല, അതായത് ശരീരമല്ല എന്ന് മനസ്സിലാക്കണം. ഇതാണ് ആദ്യത്തെ പടി. പക്ഷെ അതിനുശേഷം എന്താണ് ഈ ഒരു മനസ്സിലാക്കൽ കൊണ്ട് മാത്രം ഒരു ദിവസം കൊണ്ട് നമ്മൾക്ക് ആത്മാവല്ല, ശരീരമല്ല ഞാൻ ആത്മാവാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിലാണ് പ്രവർത്തിക്കാൻ പോകുന്നത്? വീണ്ടും നമ്മൾ ശാരീരികമായിട്ടുള്ള അവബോധത്തിൽ തന്നെയാണ് പ്രവർത്തിക്കാൻ പോകുന്നത്. കാരണം എന്താണ്? നമുക്ക് പരിചയമില്ല ആത്മാവിന്റെ അവബോധം എങ്ങനെയാണ് എന്ന്. പെട്ടെന്നൊരു സുപ്രഭാതത്തില് ആത്മാവാണ് എന്ന് മനസ്സിലാക്കി അതുപോലെ പ്രവർത്തിക്കാനും പറ്റില്ല. ഇതായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ 2:11 മുതൽ 30 വരെ ആത്മജ്ഞാനം പറഞ്ഞു കൊടുത്തു. പക്ഷെ ഇന്ന് നമ്മൾ 2 വേഴ്സസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒരു വേഴ്സ് എന്ന് പറയുന്നത് ഈ ആത്മജ്ഞാനത്തിന്റെ അവസാനത്തെ വേഴ്സും, അടുത്തത് ഈ ആത്മജ്ഞാനത്തിനെ പ്രാക്ടിക്കലാക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തനത്തിൽ കൊണ്ടുവരാൻ എന്തൊക്കെ വഴികൾ ഉണ്ട് എന്ന് പറയുന്ന ഭാഗം തുടങ്ങുന്ന ആദ്യത്തെ വേഴ്സുമാണ്. 2.30യും 2.31 ആണ്. ഇതിന്റെ പ്രത്യേകത ഇതാണ്, ഇത് രണ്ടും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. ഒരെണ്ണം ആത്മാവിന്റെ അനശ്വരതയെ കുറിച്ച് തന്നെ പറയുന്ന അവസാനത്തെ വാക്യവും, ഇനി ഒരെണ്ണം തൊട്ടടുത്ത വേഴ്സ് എന്ന് പറയുന്നത് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരാൾ പ്രവർത്തിക്കേണ്ടത് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു ഭാഗവുമാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുന്നേ നമുക്ക് ചെറിയൊരു കീർത്തനം ചെയ്യാം. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപീജന വല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപീജന വല്ലഭ ഗിരിവരധാരി. യശോദനന്ദന വ്രജ ജനരഞ്ജന യശോദനന്ദന വ്രജ ജനരഞ്ജന ജമുനാ തീരവനചാരി. ജമുനാ തീരവനചാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപീജന വല്ലഭ ഗിരിവരധാരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ജയ കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം. ജയ ഗോരനിതായ് ജയ ഗോരനിതായ് ഗോരനിതായ് ജയ ഗോരനിതായ്. ജയ ജയ പ്രഭുപാദ് പ്രഭുപാദ് ജയ ജയ പ്രഭുപാദ്. ജയ ജയ ഗുരുദേവ് ജയ ജയ ഗുരുദേവ്. ഓം നമോ ഭഗവത്തെ വാസുദേവായ. ഓം നമോ ഭഗവത്തെ വാസുദേവായ. ഓം നമോ ഭഗവത്തെ വാസുദേവായ നമഃ. ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനെ നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശകാരിണേ
जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण. അപ്പൊ നമുക്ക് ആ വാക്കിലേക്ക് കിടക്കാം. ശ്ലോകം 2.30 നമ്മൾ ആദ്യം കാണുന്നത്. 2.30. देहि नित्यमवध्योऽयं देहे सर्वस्य भारत तस्मात् सर्वाणि भूतानि न त्वं शोचितुम् अर्हसि. देहि नित्यम् अवध्योऽयं देहे सर्वस्य भारत तस्मात् सर्वाणि भूतानि न त्वं शोचितुम् अर्हसि. देहि नित्यम् अवध्योऽयं देहे सर्वस्य भारत തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിതും അർഹസി. നോക്കാം എന്താണ് ദേഹി. ദേഹി എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ ശരീരത്തിലുള്ള ആത്മാവിനെയാണ് ദേഹി എന്ന് വിളിക്കുന്നത്. നമ്മൾ നേരത്തെ കേട്ടു. ആരാണ് ദേഹി? നിത്യം അവധ്യം, അതായത് വധിക്കാൻ കഴിയാത്തവനും നിത്യമായവനും എറ്റേണൽ ആയവനുമാണ്. അയം ദേഹേ സർവസ്യ ഭാരത. ആ ആത്മാവ് എന്ന് പറയുന്നത് എല്ലാ ശരീരങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. തസ്മാത് സർവാണി ഭൂതാനി, എല്ലാ ജീവജാലങ്ങളും അതുകൊണ്ട് തന്നെ എന്താണ്? അവധ്യർ തന്നെയാണ്. അതായത് ജീവാത്മാവ് ഏതെല്ലാം ശരീരത്തിലുണ്ടോ ആ ശരീരങ്ങളെല്ലാം നശിച്ചു പോകും, പക്ഷേ ആ ജീവാത്മാക്കൾ ഒന്നും നശിച്ചു പോവുകയില്ല. അതുകൊണ്ട് തന്നെ നത്വം ശോചിത്തും അർഹസി, ഒരു ജീവജാലങ്ങളെ കുറിച്ച് ഓർത്തും നീ ശോചിക്കേണ്ട അല്ലെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് അർജുനനോട് ആര് പറയുന്നത്? ലാസ്റ്റ് ഭഗവാൻ വന്നിട്ട് പറയുന്നത്. ഓ ഡിസെൻഡന്റ് ഓഫ് ഭരത, he who dwells in the body can never be slain. Therefore you need not give grief for any living being. തന്റെ മുന്നിൽ നിൽക്കുന്ന ദ്രോണ, ഭീഷ്മ ആദികൾ മാത്രമല്ല, തന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരും എല്ലാവരും വന്നിട്ട് ഭൗതിക ശരീരം നശിച്ചു പോയാലും അവരവരുടെ വ്യക്തിത്വങ്ങളായിട്ട് നിലനിൽക്കും. നത്വൈവാഹം ജാതുനാസം നത്വം നേമേ ജനാതിപ ന ചൈവ ന ഭവിഷ്യാമ സർവേ വയം അതഃ പര. അവരുടെ വ്യക്തിത്വങ്ങളൊന്നും എന്താകുന്നില്ല, ഇല്ലാതെ ആകുന്നില്ല. അതുകൊണ്ട് നീ ആരെ കുറിച്ച് ആലോചിച്ചും എന്ത് ചെയ്യേണ്ട കാര്യമില്ല, വിഷമിക്കേണ്ട കാര്യമില്ല അർജുന എന്നാണ് ആര് പറയുന്നത്? ഭഗവാൻ പറയുന്നത്. ഈ നമ്മളുടെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാല്, ജീവജാലങ്ങൾ, അതായത് ഭൗതിക ശരീരം സ്വീകരിച്ചിരിക്കുന്ന നമ്മളെല്ലാവരും പ്രകൃതിയിലെ പല കാര്യങ്ങളും കാണും. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനും സംഭവിക്കാതിരിക്കാനും സാധ്യതയുള്ള ചില കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് നമ്മൾ എന്ത് ചെയ്യും? ടെൻഷൻ അടിക്കും. അർജുനനും ഇവിടെ അതുപോലെയാണ് ടെൻഷൻ അടിച്ചത്. എന്തിനാണ് അർജുനൻ ടെൻഷൻ അടിച്ചത്? അർജുനന്റെ ആദ്യത്തെ എന്താണ്, യുദ്ധം ചെയ്യാതിരിക്കാനുള്ള ആദ്യത്തെ ഒരു ഒഴിവുകഴിവ് എന്ന് പറയാൻ പറ്റത്തില്ല. അർജുനന്റെ വാദം എന്ന് പറയുന്നത്, ഇവരെല്ലാവരും വധിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണ്? നഷ്ടമാണ്. അതായത് അവരുടെ ശരീരം നഷ്ടമാകുന്നതോടൊപ്പം അവരെല്ലാം നഷ്ടമാകും. അവരുടെ ആത്മാവ് എന്നതിനെ കുറിച്ച് അർജുനന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് ഒരു റീസൺ അർജുനൻ ഫൈറ്റ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കുന്നത്, എനിക്ക് ഇവരെ ആരെയും കൊല്ലാൻ പറ്റുകയില്ല. അപ്പൊ അർജുനനോട് ഭഗവാൻ പറഞ്ഞു, നീ കൊന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ആത്മാക്കൾ നശിക്കാൻ പോകുന്നില്ല. നീ കൊന്നു എന്ന് പറഞ്ഞാൽ ഈ ആത്മാക്കൾ നശിക്കാൻ പോകുന്നില്ല. രണ്ടും നിനക്ക് കൺട്രോളിലല്ല, പിന്നെ എന്തിനാണ് നീ വിഷമിക്കുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പൊ നമ്മളും ഇതുപോലെയാണ്. നമ്മളുടെ കയ്യിൽ ചില കാര്യങ്ങളുണ്ട്, ചില കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയില്ല, നിയന്ത്രിക്കാൻ പറ്റുകയില്ല. പക്ഷെ നമ്മൾ നിയന്ത്രിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിക്കും. മനുഷ്യ സഹജമാണ് കാര്യങ്ങൾ എന്ന് പറയുന്നത്. നടക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടി, നിയന്ത്രിക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ടെൻഷൻ അടിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായി മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ്. നമുക്കറിയാം അത് നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല എന്ന്. മരണത്തിനെ കൺട്രോൾ ചെയ്യാനും അസുഖത്തിനെ കൺട്രോൾ ചെയ്യാനും ഇതിനെ ഒന്നും, പൈസ, ധനം, ഇതിനെ ഒന്നും കൺട്രോൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അത് നമ്മളുടെ എന്ത് പ്രകാരം, കർമ്മത്തിന്റെ പ്രകാരം നമുക്ക് കൈവരുന്ന സാധനങ്ങൾ തന്നെയാണ്. പക്ഷേ എന്ത് സംഭവിക്കും? നമ്മൾ ആവശ്യമില്ലാതെ ഇതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ എന്ത് ചെയ്യണം എന്നാണ് ഭഗവാൻ പറയുന്നത്? അർജുനനോട് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറയുകയാണ്. എന്താണ് അക്സെപ്റ്റ് ചെയ്യാൻ പറയുന്നത്? നീ കൊന്നാലും ഇവരാരും ഇല്ലാതാകാൻ പോകുന്നില്ല. നീ കൊന്നില്ല എങ്കിൽ ഇവരാരും ശരീരം എന്നേക്കുമായി നിലനിൽക്കാനും പോകുന്നില്ല. അതുകൊണ്ട് ഇത് നിന്റെ കയ്യിലല്ല അർജുന. അതുകൊണ്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യുക, നീ നിന്റെ കടമ ചെയ്യുക.
അക്സെപ്റ്റ് ചെയ്യുക മാത്രമല്ല, നീ നിന്റെ കടമ ചെയ്യുക എന്നും കൂടിയാണ് പറയുന്നത്. അപ്പോ എന്താണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത്? ചില കാര്യങ്ങളൊന്നും നമ്മളുടെ കയ്യിൽ അല്ല എന്നുള്ള ഒരു സത്യാവസ്ഥ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബോധം നമുക്കുണ്ടാകണം. ഭൗതിക ശരീരം നശിക്കും, നശിക്കും, നശിക്കും എന്ന് പറഞ്ഞിട്ട് ഭഗവത്ഗീതയിൽ ഒരുപാട് ശ്ലോകങ്ങൾ നമ്മൾ ഇതിനു മുന്നേ കണ്ടു. അപ്പം ഭഗവത്ഗീത എന്ന് പറയുന്നത് മൊത്തം പെസിമിസ്റ്റിക് ആണ്. പെസിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാതെ എല്ലാം നെഗറ്റീവ് ആയിട്ട് മാത്രം പറയുന്ന ഒരു പുസ്തകമാണ്. അങ്ങനെയാണോ? അല്ല. ഭൗതിക ശരീരം നശിക്കും, നശിക്കും, നശിക്കും എന്ന് പറയുന്ന ഒരു സത്യാവസ്ഥ തന്നെയാണ്. പക്ഷേ അവിടെ കൊണ്ട് നിർത്തുന്നില്ല ഭഗവാൻ. എന്നാലും അത് പെസിമിസം അല്ല. പെസിമിസം എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് തോട്ട്. അതിനെയാണ് പെസിമിസം എന്ന് പറയുന്നത്. അത് പെസിമിസം അല്ല. പിന്നെ എന്താണ്? അത് സത്യമാണ്. അതിന് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മളോടും അർജുനനോടും ഒരേപോലെ തന്നെയാണ് ഭഗവാൻ പറയുന്നത്. നിങ്ങൾക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എന്താണ്? അതിനകത്ത് ഒരാളുണ്ട്. എന്റെ അംശമായ ജീവാത്മാവ്, ശാശ്വതനായ ജീവാത്മാവ്. ഈ ജീവാത്മാവ് എന്താണ്? സ്പിരിച്വൽ ആണ്. ശരീരത്തിന്റെ അവബോധത്തിൽ നിന്നും ആ വ്യത്യസ്തനായ അനശ്വരനായിട്ടുള്ള ഒരു ആത്മാവും ഉണ്ട്. നെഗറ്റീവ് മാത്രമല്ല പറയുന്നത്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്താണ് പോസിറ്റീവ്? അതിനേക്കാട്ടിലും ഉന്നതമായിട്ടുള്ള ഒരു സാധനം നമുക്ക് സ്വന്തമായിട്ടുണ്ട്. ആരാണ്? കൃഷ്ണന്റെ അംശമായിട്ടുള്ള ആത്മാവ് ഈ ശരീരത്തിൽ നമുക്ക് സ്വന്തമായിട്ടുണ്ട്. അപ്പോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഈ ജ്ഞാനം എന്ന് പറയുന്നത്, ഇത് പ്രവർത്തിക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ആത്മാവ് അനശ്വരമാണ്, ആത്മാവ് അനശ്വരമാണ്. ഇതൊക്കെ മനസ്സിലാക്കുന്നത് ശരി തന്നെ. 30ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, therefore you need not grieve for any living being. ഒരു ജീവനെ കുറിച്ച് പോലും നീ ചിന്തിച്ച് വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം ആ ജീവാത്മാക്കളുടെ എല്ലാം വ്യക്തിത്വം നേരത്തെയും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, ഇനി എന്നും നിലനിൽക്കുകയും ചെയ്യും. അവരുടെ ശരീരത്തിന് മാത്രമേ ഈ ദിവസം മുതൽ ഈ ദിവസം വരെ എന്നൊരു ടൈം ഫ്രെയിം ഉള്ളൂ. അതിനിടയ്ക്ക് നീ അവരെ കൊന്നാലും ശരി, അവരെ രക്ഷപ്പെടുത്തിയാലും ശരി, എന്നെങ്കിലും ആ ശരീരം അവർക്ക് നശിപ്പിക്കേണ്ടതായിട്ടും വരികയും ചെയ്യും. അപ്പൊ പിന്നെ ഇത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് എന്താണ്? ആരെയും ഓർത്ത് ആരും വിലപിക്കേണ്ട എന്ന് പറയുന്നു. ശരി, ഇതെല്ലാം മനസ്സിലായി. നാളെ മുതൽ ഞാൻ ആത്മാവിനെ പോലെ പ്രവർത്തിക്കാൻ പോവുകയാണ് എന്നും പറഞ്ഞ് എല്ലാത്തിനെയും ത്യജിച്ചിട്ട് ഒരു ദിവസം സുപ്രഭാതത്തിൽ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുമോ? ഇല്ല. കാരണം എന്താണ്? അത്രയ്ക്ക് എളുപ്പമല്ല വൈരാഗ്യം എന്ന് പറയുന്നത്. അത് ഗ്രാജുവലി ഭഗവാനിലെ സറണ്ടർ കൂടുമ്പോൾ നോർമലി വന്നിട്ട് അതിന്റെ ഒരു സൈഡ് ഇഫക്റ്റ് ആയിട്ട് വരുന്ന ഒരു പ്രത്യേകതയാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. ഡിറ്റാച്ച്മെന്റ് ഫ്രം മെറ്റീരിയൽ തിങ്സ് എന്ന് പറയുന്നത് ഇൻ പ്രൊപ്പോർഷണൽ ടു അറ്റാച്ച്മെന്റ് ടു കൃഷ്ണയാണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അറ്റാച്ച്മെന്റ് ടു കൃഷ്ണ എത്ര കൂടുതലുണ്ടോ അതിന് തക്കതായിട്ട് ഡിറ്റാച്ച്മെന്റ് ടു മെറ്റീരിയൽ ആക്ടിവിറ്റീസ് കുറഞ്ഞു വരും. അറ്റാച്ച്മെന്റ് ടു മെറ്റീരിയൽ ആക്ടിവിറ്റി എത്ര കൂടുന്നോ അതിന് തക്കതായിട്ട് ഡിറ്റാച്ച്മെന്റ് ടു കൃഷ്ണ കൂടി വരും. അതായത് ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ, രണ്ട് വെള്ളത്തിലും കാല് ചവിട്ടി നിൽക്കാൻ ഒരു ജീവാത്മാവിന് പറ്റുകയില്ല. പക്ഷെ ഈ ട്രാൻസിഷൻ എന്ന് പറയുന്നത്, അതായത് ഇവിടത്തേത് കുറച്ച് പൂർണ്ണമായി ഇവിടെ ആകാന്ന് പറയുന്നത് എന്തല്ല, സഡൻ അല്ല. ഒറ്റച്ചാട്ടത്തിന് ഈ വെള്ളത്തിൽ നിന്ന് ഈ വെള്ളത്തിലേക്ക് ചാടാൻ പറ്റൂല. കാരണം എന്താണ്? നമ്മൾ പരിചയിച്ചിട്ടില്ല. അങ്ങനെ പരിചയിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവിടെ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ. ഒരു സുപ്രഭാതത്തിൽ എല്ലാം ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം ചെന്ന് കഴിയുമ്പോഴേക്കും ബാക്കിൽ എന്താണ് സംഭവിക്കുന്നത്? വീട്ടിൽ എന്താണ് ഞാൻ പോയതിനു ശേഷം സംഭവിക്കുന്നത്? എന്റെ വിൽപത്രത്തിലെ സ്വത്തുക്കളൊക്കെ മക്കൾക്ക് തന്നെ കിട്ടിക്കാണോ, അതോ വേറെ ആരെങ്കിലും അടിച്ചു മാറ്റിക്കൊണ്ട് പോയോ? അവരെ ചൂഷണം ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാകുമോ? അവരെന്ത് ചെയ്യുകയായിരിക്കും അവിടെ? ഞാനില്ലാതെ അവരുടെ ലോകത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന ആ ഡിറ്റാച്ച്മെന്റ് കറക്റ്റ് ആവുകയില്ല. അതുകൊണ്ടാണ് ആരും പ്രിമച്വർ പരമഹംസരാവരുതെന്ന് പറയുന്നത്. ഒരു സുപ്രഭാതത്തിൽ എനിക്ക് ഇതെല്ലാം വേണ്ട എന്ന് തീരുമാനിക്കാൻ നമുക്ക് പറ്റുകയില്ല. കാരണം സറണ്ടറിന്റെ അല്ലെങ്കിൽ ഭഗവാനോടുള്ള ശരണാഗതിയുടെ അളവനുസരിച്ച് മാത്രമേ നമുക്ക് എന്ത് വരികയുള്ളൂ? ഭഗവാനോടുള്ള അറ്റാച്ച്മെന്റ് വരികയുള്ളൂ. അതനുസരിച്ച് മാത്രമേ നമുക്ക് ഡിറ്റാച്ച്മെന്റ് ഫ്രം മെറ്റീരിയൽ വേൾഡ് അല്ലെങ്കിൽ ഭൗതികതയിൽ നിന്നുള്ള വിടുതലും വരികയുള്ളൂ. അതൊന്നും ഒരിക്കലും ഒരു കട്ട് ഓഫ് വെച്ചിട്ട് പറയാൻ പറ്റത്തില്ല. ഇത് കുറഞ്ഞ് ഇത് കൂടി വരുന്ന ഒരു ട്രാൻസിഷൻ ആണ്. ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു പരിവർത്തനമാണ്, അല്ലെങ്കിൽ ഒരു പതുക്കെയുള്ള ചേഞ്ച് ആണ്. അത് ഒരു ദിവസം കൊണ്ട് വരുന്നതല്ല. അപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്നു 2:30 വരെ എന്താണ് ഭഗവാൻ പറഞ്ഞത്? ഇനിയുള്ള ശ്ലോകം എന്ന് പറയുന്നത് വേറെ ഒരു പദമാണ് തുടങ്ങുന്നത് തന്നെ.
ഇത്രയും നേരം എന്താണ് പറയുന്നത്? ദേഹി ദേഹ ദേഹി ദേഹ, ഈ നിത്യം അനിത്യം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഭഗവാൻ ഇതുവരെയുള്ള ശ്ലോകങ്ങളിൽ പറഞ്ഞത്. ഇനി അടുത്ത ശ്ലോകം തുടങ്ങുന്നത് വേറൊരു സംഭവത്തിലാണ്. എന്താണ് തുടങ്ങുന്നത്? 31ാമത്തെ ശ്ലോകം തുടങ്ങുന്നത് സ്വധർമ്മം എന്ന് പറഞ്ഞിട്ടാണ്. അതെങ്ങനെയാണ് ഈ ട്രാൻസിഷൻ? ദേഹിയും ദേഹവും പിന്നെ സ്വധർമ്മവും തമ്മിൽ എന്താണ് വ്യത്യാസം, അല്ലെങ്കിൽ എന്താണ് ബന്ധം? ഈ രണ്ട് വാക്കിന്റെയും കണക്ഷൻ എന്താണ്? രണ്ട് ടോപ്പിക് ആണിത്. എന്താണ് രണ്ട് ടോപ്പിക് എന്ന് പറയുന്നത്? ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഈശ്വരന്റെ അംശമായ ആത്മാവ് എന്താണ്? അനശ്വരമാണ്. പഞ്ചഭൂത നിർമ്മിതമായ സൂക്ഷ്മ സ്ഥൂല ശരീരങ്ങൾ എന്ന് പറയുന്നത് പരിമിതമാണ്, അല്ലെങ്കിൽ നശ്വരമാണ്. ഇതൊരു ടോപ്പിക്. ഇനി അടുത്തത് കർമ്മകാണ്ഡം, അല്ലെങ്കിൽ ധർമ്മം അനുസരിച്ച് ഡ്യൂട്ടി ചെയ്യുക എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഇത് തമ്മിൽ എന്താണ് ബന്ധം എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഭഗവാൻ പറയുന്ന ഈ കാര്യത്തെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടുള്ള വഴിയിലെ ആദ്യത്തെ വഴിയാണ് ഈ സ്വധർമ്മം എന്ന് പറയുന്ന ആ ഒരു കർമ്മകാണ്ഡ, അല്ലെങ്കിൽ ധർമ്മത്തിനനുസരിച്ച്, നിങ്ങളുടെ സ്വഭാവത്തിനും നിങ്ങളുടെ അഭിരുചിക്കും അനുസരിച്ച് കർമ്മം ചെയ്യുക എന്ന് പറയുന്നതാണ് അതിന്റെ ആദ്യത്തെ പടി. എന്തിന്റെ ആദ്യത്തെ പടി? ഈ ഞാൻ ശരീരമല്ല ആത്മാവാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് എങ്ങനെയാണ് അതിന്റെ യഥാർത്ഥ അനശ്വരമായിട്ടുള്ള രൂപത്തിലേക്ക് പോകുന്നത്, അതിന്റെ അതിന്റെ എന്താണ് അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോ 2 ദിവസം അമ്മ അവിടെ പോയി. ചെയ്യാമോ? എന്താണ് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഈ ട്രാൻസിഷൻ എന്ന് പറയുന്നത്, അതായത് ശരീരമല്ല ആത്മാവ് ആണ് ഞാൻ എന്ന് മനസ്സിലാക്കുന്നതിന്റെ ആദ്യത്തെ പ്രാവർത്തിക പരിചയം. നമ്മൾ തിയറി പഠിച്ചു, ഇനി പ്രാക്ടിക്കൽ ആക്കാൻ പോവുകയാണ്. ഇതിന്റെ ഫസ്റ്റ് പ്രാക്ടിക്കൽ സെഷൻ ആണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ സ്വധർമ്മത്തിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ അതിനു മുന്നേ നമുക്കൊന്ന് നോക്കാം എന്താണ്. അതെ, തിയറിയും പ്രാക്ടിക്കലുമാണ് നമ്മൾ ചിന്തിച്ചത്. ഈ ഒരു ഭഗവത്ഗീത ശ്ലോകം വായിച്ചു കഴിഞ്ഞാല് ചില ആൾക്കാർ പറയാറുണ്ട്, ഇത് വായിക്കുന്നവർക്ക് മാത്രമല്ലേ ഉള്ളൂ ഇതിനെക്കുറിച്ച് അറിയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. അപ്പൊ ഭഗവാൻ വന്നിട്ട്, അല്ലെങ്കിൽ ഈശ്വരൻ വന്നിട്ട് പാർഷ്യൽ അല്ലേ, ഇത് വായിക്കാത്ത ആൾക്കാർക്ക് എങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാകും എന്നൊക്കെ ചോദിക്കും. അപ്പൊ അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്, സർവാണി ഭൂതാനി. അതായത് നിങ്ങൾ വായിച്ചോ വായിക്കാതിരിക്കുകയോ ഇതിനെക്കുറിച്ച് അറിഞ്ഞോ അറിയാതിരിക്കുകയോ എന്ത് വന്നാലും എല്ലാ ജീവജാലങ്ങൾക്കും ഇതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാരണം എല്ലാ ജീവജാലങ്ങളും ഭഗവാന്റെ തന്നെ അംശങ്ങളാണ്. എല്ലാ ജീവജാലങ്ങൾക്കും ഇതിന്റെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ ചില ആൾക്കാർ എന്ത് ചെയ്യും? ഒരു ഷെല്ലിന്റെ അകത്ത് അല്ലെങ്കിൽ ഒരു ചട്ടക്കൂടിന്റെ അകത്ത് തങ്ങളെ ബന്ധിച്ചിടും. എനിക്ക് ഇതിനകത്തുനിന്ന് പുറത്തു പോവണ്ട, ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും അറിയണ്ട, നമ്മൾ ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാല് എന്താണ്, എല്ലാം അവിടുന്ന് നമുക്ക് കിട്ടിക്കോളും, ഒന്നും അറിയണ്ട, അതുകൊണ്ട് പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ പലരും അങ്ങനെ തന്നെയാണ്. ഉദാഹരണത്തിന് ഒരു കുട്ടി, ആ കുട്ടി അതിന്റെ വീട്ടിന്റെ 4 ചുവരിൽ ഇരിക്കുകയാണ്. വളരെ സന്തോഷം, അച്ഛനും അമ്മയും അതിന് പ്രൊവൈഡ് ചെയ്യും, ഭക്ഷണം തരും, അതിന് ഉറങ്ങാൻ പറ്റും, അതിന് വീട്ടിനകത്ത് കളിക്കാൻ പറ്റും, എല്ലാം കിട്ടും, സ്നേഹം കിട്ടും, ഇതെല്ലാം കിട്ടും. പക്ഷെ അത് പഠിക്കുകയും പുറത്തു പോയി ലോകത്തെ അറിയുകയും ജോലി ചെയ്യുകയും തന്റെ കാര്യങ്ങൾ ചെയ്യുകയും സമ്പാദിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മാത്രമേ അതിന്റെ ഫ്രീഡം ഫുൾ ആവുകയുള്ളൂ. ഈ വീടിന്റെ 4 ചുവരിൽ മാത്രം ഇരിക്കുന്ന കുട്ടികൾക്ക് പുറത്തു പോയി ഈ തരത്തിലുള്ള ജോലി ചെയ്യാതെ എന്താണ് ഫ്രീഡം എന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ എന്താണ് ജീവിതത്തിന്റെ സന്തോഷം എന്നതിനെ കുറിച്ച് അവർക്ക് അറിയാനേ പറ്റുകയില്ല. ഇനി വേറൊരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു മുട്ടയ്ക്കകത്തിരിക്കുന്ന പക്ഷിക്കുഞ്ഞ്. എങ്ങനെയാണ് പക്ഷിക്കുഞ്ഞ് വളർന്ന് വലുതാകുന്നത്? അതിന്റെ അകത്ത് വെച്ച് തന്നെ അതിന് വളർച്ചയുണ്ട്. അതിന് പ്രോപ്പർലി പ്ലാസന്റയിൽ നിന്നും യോക് സാക്കിൽ നിന്നും ഉള്ള എന്തുണ്ടാകുന്നുണ്ട്, ഇത് കിട്ടുന്നുണ്ട്, ന്യൂട്രീഷൻ കിട്ടുന്നുണ്ട്. ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വേറെ ഒന്നും വായ തുറന്ന് കരഞ്ഞ് തള്ളപ്പക്ഷി വായ തുറന്ന് അതിനകത്ത് ഭക്ഷണം വെച്ച് തരാൻ വേണ്ടി നോക്കിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കൊച്ചു മുട്ടയ്ക്കകത്ത് എല്ലാം ഉണ്ട്, യോക് സാക്കിനകത്ത് എല്ലാം ഉണ്ട്, അതിന് വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാം ഉണ്ട്. പക്ഷേ അത് മാത്രം മതി എന്ന് പറഞ്ഞ് അതിനകത്ത് തന്നെ ഇരിക്കാൻ പോയാൽ അത് ഡേഞ്ചറസ് ആണ്. ഒരു പരിധി കഴിഞ്ഞിട്ട് അതിനകത്ത് ഇരിക്കാൻ പറ്റത്തില്ല. അതിനെ പൊട്ടിച്ച് പുറത്ത് വന്ന് അതിനെ ആകാശത്ത് പറന്ന് നടന്നാൽ മാത്രമേ പൂർണ്ണമായിട്ടും അതിന്റെ സ്വാതന്ത്ര്യമാവുകയുള്ളൂ. ഇതേപോലെയാണ് ചില ജീവാത്മാക്കൾ. എന്താണ് ചില ജീവാത്മാക്കൾ? ഞാൻ എന്റെ ശരീരത്തിനകത്താണ്, അത് സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലമാണ്, ഞാൻ ശാരീരിക അവബോധത്തിൽ തന്നെ ഇരിക്കുന്നതാണ് എനിക്ക് നല്ലത്,
ഇതിന്റെ അപ്പുറത്ത് ഒന്നും വേണ്ട എന്ന് ചിന്തിച്ച് എന്ത് ചെയ്യും, നമ്മൾ അതിന്റെ അകത്ത് തന്നെ ഇരിക്കും. പക്ഷെ അത് മാത്രം പോരാ, അത് അത്രയ്ക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലവുമല്ല. കാരണം എന്താണെന്ന് അറിയാമോ? ദുഃഖാലയം അശാശ്വത. എപ്പോ വേണമെങ്കിലും ഈ ശരീരത്തിന് എന്ത് സംഭവിക്കാം? ഡിറ്റീറിയേഷനും ഡെത്തും ഒക്കെ സംഭവിക്കാം. ഡിസീസ്, ഡിറ്റീറിയേഷൻ, ഡെത്ത്, ഇതെല്ലാം വന്നിട്ട് സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ഈ ചട്ടക്കൂടിനകത്ത് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മാവ് പ്രിസന്റ് ആയി പോകത്തേ ഉള്ളൂ. എന്താണ്? നിരാശനായി പോകത്തേ ഉള്ളൂ. എന്നും ദുഃഖവും, എന്നും വയസ്സാകുക, പിന്നെ എന്താണ്, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത തരത്തില് ഇതിനകത്ത് അങ്ങ് അടുക്കി വെച്ചിരിക്കുകയാണ്. എന്തിനെ? ജീവാത്മാവിനെ. പക്ഷെ യഥാർത്ഥത്തിൽ ജീവാത്മാവ് എന്താണ്? ആനന്ദമയോ അഭ്യാസാതാണ്. ഭഗവാന്റെ സെയിം ക്യാരക്ടറിസ്റ്റിക് ഉള്ള ഒരാളാണ്. അത് ഈ ട്രാൻസിഷൻ, അല്ലെങ്കിൽ ഞാൻ ശരീരമല്ല ആത്മാവാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം പോരാ, അതിനുവേണ്ടി പ്രവർത്തിക്കണം. ഈ പക്ഷിക്കുഞ്ഞ് ഈ മുട്ട പൊട്ടിച്ച് പുറത്തു വന്ന് അതിനെ ചിറക് അടിച്ച് മാനത്ത് പറക്കാൻ വേണ്ടി അത് പഠിക്കണം. ഈ കൊച്ചുകുട്ടി വീടിന്റെ 4 ചുവരിൽ ഇരിക്കാതെ സ്കൂളിൽ പോയി പുസ്തകങ്ങൾ വായിച്ച് പ്രൊഫഷണൽ എഡ്യൂക്കേഷനോ വേറെ എന്തെങ്കിലും എഡ്യൂക്കേഷനോ എടുത്തിട്ട് ഒരു ജോലി സമ്പാദിച്ച് സ്വന്തമായി സമ്പാദിച്ച് വീട് വാങ്ങിച്ച് കുടുംബമായി ജീവിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുക? ഈ കുട്ടിക്ക് കുറച്ചും കൂടെ തനിക്ക് ഫ്രീഡം ഉണ്ട് എന്ന് മനസ്സിലാകും. അപ്പൊ ആ ഒരു ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക് പോകാതെ നമ്മൾ ഇതിനകത്ത് തന്നെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിരാശനായി പോവുകയുള്ളൂ. കാരണം ഈ ശരീരം, അത് കഴിഞ്ഞ് വേറൊരു ശരീരം, അത് കഴിഞ്ഞ് വേറൊരു ശരീരം, അത് കഴിഞ്ഞ് വേറൊരു ശരീരം, എത്ര ലക്ഷം സ്പീഷീസിലാണ് നമ്മൾ ഇങ്ങനെ ശരീരത്തിന്റെ അകത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ യഥാർത്ഥ ഫ്രീഡം ജീവാത്മാവിന് കിട്ടുമ്പോ എപ്പോഴാണ്? ഭഗവാന്റെ അംശമാണ് ഞാനെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് തക്കതായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ്. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ? ഇതിന്റെ സ്വാതന്ത്ര്യം പൂർണ്ണമാവുകയുള്ളൂ. പക്ഷി കുഞ്ഞു പറഞ്ഞത് പോലെ, അല്ലെങ്കിൽ കുട്ടി പുറത്തിറങ്ങി കാര്യഗൗരവങ്ങൾ ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യുകയുള്ളൂ? ഇത് പുറത്തേക്ക് വരികയുള്ളൂ. അതേ സെയിം ലോ ആണ് ഇവിടെ ആപ്ലിക്കബിൾ ആകുന്നത്. എന്താണ്? ഈ ഒരു ജീവാത്മാവ്, ഞാൻ ജീവാത്മാവാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ തന്നെ ഇരുന്നാ പോരാ. ശാരീരിക അവബോധത്തിൽ പിന്നെയും പിറ്റേ ദിവസം മുതൽ ശാരീരിക അവബോധത്തിൽ കംപ്ലീറ്റ്ലി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജ്ഞാനത്തിന് എന്തില്ല? ഒരു വാല്യൂ ഇല്ല, അതിനൊരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഇല്ല. അതുകൊണ്ടാണ് ഭഗവാൻ അതിനെ ഇവിടെ നിർത്തുന്നത്. ആ ചട്ടക്കൂടിയിൽ നിന്ന് പുറത്തു വരാനുള്ള ആദ്യത്തെ പടി, ഇനി അതിന്റെ അടുത്ത പടി, ഇനി അതിന്റെ അടുത്ത പടി, ഇങ്ങനെ ഭഗവാൻ കുറെ പടികൾ പറഞ്ഞു തരുന്നുണ്ട്. കർമ്മകാണ്ഡ, കർമ്മയോഗ, അത് കഴിഞ്ഞ് ഭക്തി യോഗ, അഷ്ടാംഗ യോഗ, ഭക്തി യോഗ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഇതിന്റെ അകത്ത്. അപ്പൊ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്, അതായത് എന്താണ്, ദേഹി ദേഹ എന്നതിൽ നിന്നും മാറി ഈ ദേഹിയെ എങ്ങനെയാണ് പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ അംശമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് അടുപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് തുടങ്ങുന്നതാണ് 31-ാമത്തെ ശ്ലോകം മുതൽ. ഇനി ഒരു പോയിന്റ് കൂടി ഇതിനകത്ത് പറയാനുണ്ട്. ഇവിടെ ഭഗവാൻ സർവാണി ഭൂതാനി എന്ന് പറഞ്ഞേക്കും. നമുക്കറിയാം നമ്മൾ മാത്രം എല്ലാ ജീവജാലങ്ങളിലും ഭഗവാന്റെ അംശമായിട്ടുള്ള ജീവാത്മാവ് അടങ്ങിയിട്ടുണ്ട് എന്ന് പറയും. പക്ഷെ ചില പിന്നെ റിലീജിയസ് ബിലീഫ്സിൽ അവർ പറയുന്നു മനുഷ്യരുടെ ജീവൻ, അതായത് മനുഷ്യ ശരീരത്തിൽ മാത്രമേ ആത്മാവ് ഉള്ളൂ. അഥവാ മൃഗങ്ങളുടെ ശരീരത്തിൽ ആത്മാവ് ഉണ്ടെങ്കിൽ ആ ആത്മാവിന് വലിയ വിലയൊന്നുമില്ല എന്ന്. ഇവിടെ അങ്ങനെ പറയുന്നില്ല. ഭഗവാൻ എന്ത് പറയും? മനുഷ്യരുടെ ജീവിതത്തിൽ മാത്രമെന്ന് ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടോ? ഇല്ല. ഭഗവത്ഗീതയിലും സനാതന ധർമ്മത്തിലെ ഏത് ടെക്സ്റ്റ് ബുക്ക് എടുത്താലും പറയുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് സർവസ്യ. സർവസ്യ എന്ന് പറഞ്ഞാൽ അത് സ്ത്രീയോ പുരുഷനോ അല്ലെങ്കിൽ മൃഗമോ മനുഷ്യനോ പക്ഷി മൃഗാദികളോ ജീവജാലങ്ങളോ പുഴുവോ പുല്ലോ എന്ത് തന്നെ ആയാലും എല്ലാം ഈക്വലി പൊട്ടന്റ് ജീവാത്മാവാണ്. ശരീരം മാത്രമേ വ്യത്യസ്തമാകുന്നുള്ളൂ. അപ്പോ അവരങ്ങനെ ചിന്തിക്കുന്നത്, അതായത് അതവര് മേക്ക് ഷിഫ്റ്റ് ചെയ്തെടുത്ത ഐഡിയയാണ്. അതായത് ശരിക്കുമുള്ള ഐഡിയ അതല്ല. ശരിക്കും ഭഗവാൻ എന്താ പറഞ്ഞേക്കുന്നത്? ദേഹേ സർവസ്യ ഭാരത. എല്ലാ ജീവാത്മാക്കളും, എല്ലാ ശരീരത്തിലുമുള്ള ജീവാത്മാക്കളും ഈ പൊട്ടൻസി, അതായത് ശുദ്ധ ഭക്തരായി തീരാൻ, ഐ ആം നോട്ട് ദിസ് ബോഡി, ഐ ആം എ സോൾ എന്ന് മനസ്സിലാക്കാൻ പൊട്ടൻഷ്യൽ ഉള്ള ഭക്തന്മാരാകാൻ കഴിവുള്ള ജീവജാലങ്ങളാണ്. മനുഷ്യരുടെ ജന്മത്തിന് പ്രത്യേകതയുണ്ട്, ശരിയാണ്, അത് പ്രാവർത്തികമാക്കാൻ പറ്റും.
പക്ഷെ മറ്റുള്ളതൊന്നും താഴേക്കിടയിലാണെന്ന് നമ്മൾ വിചാരിക്കരുത്. അത് ഭഗവാൻ ഇനിയും പറയും. വിദ്യാ വിനയ സമ്പന്നെ ബ്രാഹ്മണേ ഗവി ഹസ്തിനി ശുനീച്ച ഏവ സ്വപാകേച പണ്ഡിത സമദർശിന. പണ്ഡിതൻ ആരാണ്? ഈ ജീവജാലങ്ങളുടെ എല്ലാം ശരീരം വ്യത്യസ്തമാണ്, പക്ഷെ ആത്മാവ് ഒന്ന് തന്നെയാണ്. അത് ആരാണ്? ജീവാത്മാവ്. ഭഗവാന്റെ അംശമായ ജീവാത്മാവാണ് ഈ ഓരോ ശരീരങ്ങളിൽ ഇരിക്കുന്നതെന്ന് മനസ്സിലാകുന്നു. അതുകൊണ്ട് ഒരു ജീവാത്മാവിനെയും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് സനാതന ധർമ്മത്തിൽ പറഞ്ഞിട്ടേയില്ല. മറ്റുള്ളവരൊക്കെ എന്തിനാണ് അങ്ങനെ പറയുന്നത്? ആനിമൽ എന്ന് പറയുന്ന സോൾ എന്ന് പറയുന്നത് അതിന് പ്രത്യേകിച്ച് പിന്നെ ബെനഫിറ്റ് ഒന്നുമില്ല. മനുഷ്യരുടെ സോള് മാത്രമേ എറ്റേണൽ ആകുന്നു. ആനിമലിന്റെ ശരീരത്തിലുള്ള സോൾ അങ്ങനെയല്ല. അതുകൊണ്ട് അതിനെ കൊന്നു തിന്നാം. ഇത് അവർക്ക് വേണ്ടി അവർ കൺകോക്ട് ചെയ്തെടുത്ത ഐഡിയയാണ്. ആരും പറഞ്ഞിട്ടില്ല ദേഹേ സർവസ്വ ഭാരത സർവസ്യ. ദേഹേ സർവസ്യ എന്ന് പറഞ്ഞ എല്ലാ ജീവജാലങ്ങളും, പുൽക്കൊടിയും പുഴുവും മനുഷ്യനും പക്ഷിയും മൃഗവും ഒക്കെ ഭഗവാന്റെ കണ്ണിൽ ഈക്വൽ ആണ്. എന്താ? അയം നിജ പരോ വേത്തി ഗണനാം ലഘുചേതസാം ഉദാരചരിതാനാം വസുധ ഏവ കുടുംബം. വസുധ എന്ന് പറഞ്ഞാൽ ഭൂമി. ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും എന്റെ കുടുംബമാണെന്ന് കരുതുന്നത് ആരാണ്? ഉദാരചരിതമായിട്ടുള്ള അല്ലെങ്കിൽ ഉദാരചരിതാനാം. അയം നിജ പരോവേത്തി. അയം അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ സാധനങ്ങളും അയം നിജ പരോവേത്തി, എന്റേതും നിന്റേതുമാണ് എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഭേദഭാവം കാണിക്കുന്നത് ഗണനാം ലഘുചേതസാം സ്വാർത്ഥ ചിന്താഗതിക്കാരാണ്. ഉദാരചരിതാനാം വസുധ ഏവ കുടുംബക. അതാണ് എന്ത് നമ്മളെ പഠിപ്പിക്കുന്നത്? ഭഗവത്ഗീത ഉൾപ്പെടെയുള്ള എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെയും അതുപോലെ തന്നെ പറയുകയാണ്. സ്പിരിറ്റ് സോൾ എന്ന് പറയുന്നത്, അതിന്റെ ശരീരം എന്ന് പറയുന്നത്, ജീവാത്മാവ് ഏത് ശരീരത്തിൽ ഇരുന്നാലും അത് നശ്വരമാണ്. പക്ഷെ ആത്മാവ് ഭഗവാന്റെ അംശമാണ്. എല്ലാ ആത്മാവും ഈക്വലി പൊട്ടന്റ് ആണ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ്. ഒരെണ്ണത്തിന് പോലും എന്താണ് താഴേക്കിടയിലുള്ള ജീവാത്മാവ് മേലെയുള്ള ജീവാത്മാവ് എന്ന് ഡിസ്റ്റിങ്ഷനേ ഇല്ല. ഇതാണ് നമ്മളും മറ്റ് റിലീജിയസ് ബിലീഫിലുള്ള ആൾക്കാരും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് തന്നെ മാംസഭക്ഷണം എന്ന് പറയുന്നത് ഇനി ഒരു ജീവന്റെ ട്രാൻസ്ഫർമേഷനെ, അതിന്റെ അടുത്ത ശരീരം കിട്ടുന്നതിനെ തടയുന്ന ഒരു ക്രൂരമായ പ്രവൃത്തി ആയതുകൊണ്ടാണ് എന്ത് പറയുന്നത്, നമ്മൾ അവരുടെ ആ നാച്ചുറൽ ആയിട്ടുള്ള ട്രാൻസ്ഫർമേഷൻ, അവരുടെ ശരീരത്തിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ കണ്ടീഷണൽ ഇതനുസരിച്ച് പ്രവർത്തിക്കാനേ പറ്റുന്നുള്ളൂ, ബദ്ധ അവസ്ഥയിൽ പ്രവർത്തിക്കാനേ പറ്റുന്നുള്ളൂ. ഈറ്റിംഗ് മേറ്റിംഗ് സ്ലീപ്പിംഗ് ഡിഫെൻഡിങ്, ഇത് മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷെ അവർക്ക് അത് കഴിഞ്ഞ് നോർമലി ഏത് ശരീരം കിട്ടണോ, അത് കഴിഞ്ഞ് ഏത് ശരീരം കിട്ടണോ, അങ്ങനെ അവസാനം അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. എന്ത് കിട്ടാൻ വേണ്ടി? മനുഷ്യ ശരീരം കിട്ടാൻ വേണ്ടി. നമ്മൾ അതിനെ കട്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിനെ അവിടെ വെച്ച് നശിപ്പിക്കുകയാണെങ്കിൽ, ഈ ഗ്രാജുവൽ എലിവേഷൻ നമ്മൾ അവരുടെ നശിപ്പിക്കണം. അത് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. അതുകൊണ്ടാണ് നമ്മളോട് എന്ത് പറയുന്നത്, മാംസഭക്ഷണം അല്ലെങ്കിൽ നമ്മളുടെ ഇന്ദ്രിയ സന്ദർപ്പണത്തിന് വേണ്ടി മാംസം കഴിക്കുക എന്ന് പറയുന്നത് വളരെ വലിയ ക്രൂരതയാണെന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു പ്രിൻസിപ്പിൾ മറ്റുള്ള റിലീജിയസ് ബിലീഫിലുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് നമ്മൾ എന്താണ് പഠിച്ചത്? ഈ ശ്ലോകം എന്ന് പറയുന്നത് 2.11 to 30 എന്ന് പറയുന്ന ഈ ആത്മജ്ഞാനം എന്ന് പറയുന്നതിന്റെ അവസാനത്തെ ശ്ലോകമാണ്. ഒന്നാമത്തേത്. ഇനി രണ്ടാമത്, ഞാൻ ശരീരമല്ല, ഞാൻ ആത്മാവാണ് എന്ന് ഒരു വ്യക്തി മനസ്സിലാക്കണം. ഇതാണ് ഇത്രയും നേരവും പറഞ്ഞത്. കാരണം ശരീരം നശ്വരവും ആത്മാവ് അനശ്വരവുമാണ് എന്നുള്ളത്. ഇനി ഇത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പടി എന്താണ് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് അങ്ങോട്ട് കടക്കാം. 2.31. സ്വധർമ്മം അപി ചാവേക്ഷ്യ ന വികമ്പിതുമർഹസി ധർമ്യാദ്ധി യുദ്ധാശ്രേയോന്യാത് ക്ഷത്രിയസ്യ ന വിദ്യത്തെ. സ്വധർമ്മം അപി ചാവേക്ഷ്യ ന വികമ്പിതുമർഹസി ധർമ്യാദ്ധി യുദ്ധശ്രേയോന്യാത് ക്ഷത്രിയസ്യ ന വിദ്യത്തെ. സ്വധർമ്മമപി ചാവേക്ഷ്യ ന വികമ്പിതുമർഹസി ധർമ്യാർത്ഥി യുദ്ധശ്രേയോന്യാത് ക്ഷത്രിയസ്യ ന വിദ്യത്തെ. എന്താണ് ഇവിടെ? ഒരു സഡൻ ട്രാൻസ്ഫർമേഷൻ ആണ് വാക്കുകളുടെ ഉപയോഗത്തിൽ.
ഒരു പുതിയ വാക്ക് ഭഗവാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഹരേ ആദ്യമായി. ഹരേ കൃഷ്ണ മാതാജി. മാതാജിക്ക് 29 31 അല്ല 30 അല്ലായിരുന്നോ? അല്ല പ്രഭു, നോക്കട്ടെ. 31 അല്ലേ? അല്ല 29 30 ആണെന്ന് എനിക്ക് തോന്നുന്നു. സോറി പ്രഭു. 29 30 ആണോ? 29 ഞാൻ എടുത്തില്ല അങ്ങനെയാണെങ്കിൽ. ഇത് കണ്ടിന്യൂ ചെയ്യട്ടെ, കാരണം നാളെ എടുക്കാൻ പോകുന്നയാൾ ഇതല്ല പറയാൻ പോകുന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മാറ്റി എടുക്കണം. നാളത്തെ ആളിന് ഞാൻ മാറ്റി കൊടുക്കാം, മാറ്റി എടുക്കണം. ശരി, ഓക്കെ. ഞാൻ വിചാരിച്ചു 29 30 ആയിരിക്കും എന്ന് വിചാരിച്ചു. അല്ല സോറി, 30 31 ആണെന്ന് വിചാരിച്ചു. സോറി. നാളെ എടുക്കാൻ പോകുന്ന പ്രഭു ആണോ? ഹരേ കൃഷ്ണ, ഞാനല്ല. ശരി, കുഴപ്പമില്ല. നാളെ എടുക്കാൻ എന്തായാലും മാർജി 31 തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ, കാരണം അവർക്ക് പറയാനുള്ളത് എന്തായാലും ഞാൻ പറയുന്ന കാര്യങ്ങളോ ആവില്ലായിരിക്കും. ദിവ്യശ്രീ മാതാജിയാ. അതെ, അപ്പം എന്തെങ്കിലും മാതാജി അതിനെ കുറിച്ച് തന്നെ സംസാരിക്കും, കുഴപ്പമില്ല. നമുക്ക് ഇതിന്റെ ട്രാൻസിഷൻ കണ്ടിന്യൂ ചെയ്യണം, മാജി കണ്ടിന്യൂ. ശരി, ഓക്കെ. സ്വധർമ്മമപി ചാവേക്ഷ്യ ന വികമ്പിതുമർഹസി ധർമ്മ്യാധിയുക്ത ശ്രേയോന്യാത് ക്ഷത്രിയസ്യ ന വിദ്യത്തെ. എന്താണ് ഫസ്റ്റ് വേർഡ് ഇവിടെ തുടങ്ങുന്നത്? സ്വധർമ്മം എന്നാണ്. കഴിഞ്ഞ ടോപ്പിക്കുമായിട്ട് 2.11 മുതൽ 30 വരെ ഭഗവാൻ പറഞ്ഞ ശരീരം, ആത്മാവ് ഇതിനോട് ഒരു ബന്ധവും ഇല്ലാതെ ഇനി ഒരു പുതിയ വാക്ക് ഭഗവാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. എന്താണ്? സ്വധർമ്മം. ധർമ്മം എന്നുള്ള വാക്ക് ആദ്യമായിട്ട് ഭഗവത്ഗീതയിൽ അപ്പിയർ ചെയ്യുന്നത് ഈ ഒരു ശ്ലോകത്തിലാണ് എന്ന് പറയുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? സ്വധർമ്മം അപി ചാവേക്ഷ്യ ന വികമ്പിതുമർഹസി. എന്താണ്? നമ്മുടെ സ്വധർമ്മം ത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നീ സംശയിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നീ എന്താണ് ഹെസിറ്റേറ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ മടിക്കേണ്ട ആവശ്യമില്ല. കാരണം ധർമ്മ്യാധി യുദ്ധ ശ്രേയോന്യാത് ക്ഷത്രിയസ്യ ന വിദ്യത്തെ. ക്ഷത്രിയന് ധർമ്മം എന്ന് പറയുന്നത് യുദ്ധമാണ്, വേറെ ഒന്നും അവന് ശ്രേയസ്കരമായിട്ടില്ല. അർജുനന്റെ ആദ്യത്തെ ആർഗ്യുമെന്റ് എന്തുവായിരുന്നു? ഇവരെ എല്ലാം കൊന്നു കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ ഇവരെല്ലാം മരിച്ചു പോകും എന്നുള്ളതായിരുന്നു ആദ്യത്തെ ആർഗ്യുമെന്റ്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഇവരാരും മരിക്കാൻ പോകുന്നില്ല, ഇവരെല്ലാവരും നീ ഇവരെ കൊന്നാലും അവരുടെ ജീവാത്മാക്കൾ ജീവിച്ചിരിക്കും ഇനി ഏതെങ്കിലും ഒരു ശരീരത്തില്. നീ അവരെ കൊന്നില്ല എങ്കിലും അവർ ജീവിച്ചിരിക്കും. അപ്പൊ നിനക്ക് എന്താണ് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല, നീ നിന്റെ ഡ്യൂട്ടി ചെയ്താൽ മതി, യുദ്ധം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോ അർജുനൻ ചോദിക്കുന്നു, ശരി, ഇവരെ എല്ലാവരെയും കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുമില്ലാതായി പോയി കഴിയും. അപ്പോ ഞാൻ വന്നിട്ട് ഈ നേടുന്നതൊക്കെ ആർക്കു വേണ്ടിയാണ്? എൻജോയ്മെന്റ്. അതായത് ഒരാള് യുദ്ധം ചെയ്തിട്ട് സമ്പത്തും മറ്റു കാര്യങ്ങളും ഒക്കെ നേടുന്നത് അയാളുടെ ബന്ധുമിത്രാദികളോടൊപ്പം അത് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇപ്പൊ അർജുനനോട് ചോദിക്കൂ, അർജുനന്റെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെല്ലാം അർജുനന്റെ ബന്ധുക്കളാണ്, കൂടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം അർജുനന്റെ ബന്ധുക്കളാണ്. അർജുനൻ അറിയാം ഇവരെല്ലാവരും യുദ്ധത്തിൽ മരിക്കാൻ പോവുകയാണ് എന്ന്, ഞാൻ തന്നെ കൊല്ലാൻ പോവുകയാണ് എന്ന്. അപ്പോ അർജുനൻ വിചാരിക്കുന്നു, ഇവരെല്ലാം മരിച്ചു പോയി കഴിഞ്ഞ് രാജ്യം മാത്രം കിട്ടിക്കഴിഞ്ഞ്, രാജ്യം, ഭോഗ, സുഖാനിജ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്? ആർക്ക് വേണ്ടിയിട്ടാണ്? ഇവരൊന്നും ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് ഇതെല്ലാം ആസ്വദിക്കുന്നത്? രണ്ടാമത്തേത് അർജുനന്റെ എന്താണ് അർജുനന്റെ യുദ്ധം ചെയ്യാതിരിക്കാനുള്ള എക്സ്ക്യൂസ് അല്ലെങ്കിൽ ഒരു വാദം എന്ന് പറയുന്നത്, എനിക്ക് യുദ്ധം ചെയ്താൽ എൻജോയ് ചെയ്യാൻ പറ്റില്ല, അതിന്റെ ഫലം അനുഭവിക്കാൻ വേണ്ടി എൻജോയ് ചെയ്യാൻ പറ്റില്ല, കാരണം എന്റെ കൂടെ എൻജോയ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ്. 2:31 മുതൽ 39 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ വന്നിട്ട് എൻജോയ്മെന്റ്, ധർമ്മത്തിന് അനുസൃതമായിട്ടുള്ള എൻജോയ്മെന്റിനെ കുറിച്ച് ആദ്യമായി പറയുകയാണ്. അവിടെയാണ് സ്വധർമ്മം എന്ന് പറയുന്ന വാക്ക് നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്നത്. സ്വധർമ്മം അപി ച അവേക്ഷ്യ ന വികമ്പിതും അർഹസി. നീ സ്വന്തം ധർമ്മത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ അർജുന. അപ്പൊ നിനക്ക് മടി കൂടാതെ അത് ചെയ്യേണ്ടി വരും. കാരണം എന്താണ്? നീ ക്ഷത്രിയനാണ്. ക്ഷത്രിയസ്യ ന വിദ്യത്തെ അന്യാത് ന വിദ്യത്തെ. അതായത് അന്യമായിട്ട് ഒന്നും. എന്തന്യമായിട്ട്?
യുദ്ധത്തിനേക്കാൾ ശ്രേയസ്കരമായിട്ട് ക്ഷത്രിയന് ചെയ്യാൻ ഒന്നുമില്ല. ഈ തുടക്കം എന്ന് പറയുന്നത് കർമ്മകാണ്ഡം എന്ന് പറയുന്ന ഭാഗത്തിന്റെ തുടക്കമാണ്. എന്താണ് കർമ്മകാണ്ഡം എന്ന് പറയുന്നത്? ധാർമ്മിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, സ്വന്തം ഈ എന്താണ് ധർമ്മ അർത്ഥ കാമ മോക്ഷ, ഇങ്ങനെ 4 പുരുഷാർത്ഥങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതില് ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ഈ റിലീജിയസ് പ്രിൻസിപ്പിൾസിനനുസരിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാമാണ് ധർമ്മം എന്ന് പറയുന്നത്. 2 തരത്തിലുള്ള ധർമ്മമുണ്ട്, ശരി തന്നെ. പക്ഷെ എന്നാലും ഇവിടെ പറയുന്ന സ്വധർമ്മം എന്ന് പറയുന്നത് ക്ഷത്രിയന്റെ സ്വധർമ്മം. ജനറൽ ഒരു ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ധർമ്മം എന്താണ്? നമ്മൾ ഭാഗവതത്തിൽ പഠിച്ചു, സവായി പുംസാം പരോധർമ്മോ യഥോ ഭക്തിരതോക്ഷജെ. എല്ലാ ജീവാത്മാവിന്റെയും ഏറ്റവും ടോപ്പ് മോസ്റ്റ് ധർമ്മം എന്താണ്? യഥോ ഭക്തിരതോക്ഷജെ, ഭഗവാനോടുള്ള ഭക്തിയാണ്. ആ ധർമ്മത്തിന്റെ ഒരു കൊച്ചു 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 ഡിവിഷൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോ എല്ലാ ജീവജാലങ്ങളുടെയും ഒരേ ഒരു ധർമ്മം, പരോധർമ്മം, എല്ലാ ധർമ്മത്തിന്റെയും മേലെയുള്ള ധർമ്മം എന്താണ്? ഭക്തി തന്നെയാണ്. പക്ഷേ നമ്മൾ ഏത് ശരീരത്തിൽ ജീവിച്ചിരിക്കുന്നുവോ, എന്ത് ഗുണത്തിൽ എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു, അതിനനുസരിച്ച് സൊസൈറ്റിയിൽ നമുക്ക് എന്ത് റോളാണോ ഉള്ളത്, അതിനനുസരിച്ച് നമ്മൾ ശരീരത്തിൽ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതിനെയാണ് ഇവിടെ സ്വധർമ്മം എന്ന് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് അർജുനൻ ഏത് ശരീരത്തിലാണ്? ക്ഷത്രിയന്റെ ശരീരത്തിലാണ്. അപ്പൊ അർജുനൻ എന്ത് ചെയ്യണം? യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്, ധർമ്മത്തിന് അനുസൃതമായിട്ടുള്ള യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് അർജുനന്റെ സ്വധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആദ്യമായിട്ട് ഒരു ജീവാത്മാവ് ശരീരമല്ല ആത്മാവാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോയി ഭിക്ഷ യാചിച്ച് അവിടെ ഇരിക്കുന്നതല്ല. എന്താണ് ട്രാൻസിഷൻ? പതുക്കെ 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 അയാളുടെ ധർമ്മ അർത്ഥ കാമ മോക്ഷ എന്ന പടിയിലേക്കുള്ള ആദ്യത്തെ പടി എന്ന് പറയുന്നത് സ്വധർമ്മത്തെ കുറിച്ച്, കർമ്മകാണ്ഡത്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പൊ ഇവിടെ പിന്നെ എന്താണ് ഭഗവാൻ പറയുന്ന ആദ്യത്തെ പടി എന്ന് പറയുന്നത് കർമ്മകാണ്ഡമാണ്. ഡു യുവർ ഡ്യൂട്ടി. നോക്കൂ, ധർമാർത്ഥി യുദ്ധശ്രേയോ അന്യാത് ക്ഷത്രിയസ്യന വിദ്യത്തെ. ക്ഷത്രിയന് യുദ്ധം ചെയ്യുക എന്ന് മാത്രമാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്. അന്യാശ്രേയോ, വേറെ ഒന്നും അയാൾക്ക് ശ്രേയസ്കരമായിട്ടില്ല. അപ്പൊ അർജുനൻ പറയുന്നു, അങ്ങനെയാണെങ്കിൽ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതെ, ഇങ്ങനെ ക്ഷത്രിയനെ എൻജോയ് ചെയ്യാൻ പറ്റുകയുള്ളൂ. കാരണം എന്താണ്? ക്ഷത്രിയൻ യുദ്ധം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വെറുതെ യുദ്ധമല്ല, കണ്ണി കാണുന്നവനെയൊക്കെ കൊല്ലുന്നതല്ല യുദ്ധം എന്ന് പറയുന്നത്, ധർമ്മം പുനഃസ്ഥാപിക്കാനുള്ള യുദ്ധത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എല്ലാവരോടും യുദ്ധം ചെയ്യാൻ പറയുന്നില്ല. ക്ഷത്രിയസ്യന വിദ്യത്തെ, ക്ഷത്രിയൻ മാത്രമാണ് യുദ്ധം ചെയ്യാൻ പറയുന്നത്. എല്ലാ ആൾക്കാരോടും യുദ്ധം ചെയ്യാൻ പറയുന്നുണ്ടോ? ഇല്ല. ക്ഷത്രിയസ്യന വിദ്യത്തെ, ക്ഷത്രിയന് മാത്രമാണ് യുദ്ധം പറഞ്ഞിട്ടുള്ളത്. അർജുനൻ ഒരു ക്ഷത്രിയനാണ്. അർജുനൻ ധർമ്മം പരിപാലിക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ പ്ലാനില് ഭാഗഭാക്കായി നിമിത്തമാത്രം. അതും ഭഗവാനാണ് ഇതിന്റെ എല്ലാം ഓർക്കസ്ട്രേറ്റർ. പക്ഷെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാനെ ഹെൽപ്പ് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ, അല്ലെ? അപ്പോ ഭഗവാൻ അർജുനോട് പറയുകയാണ്, നീ നിന്റെ സ്വധർമ്മമായിട്ടുള്ള യുദ്ധം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? ഓണർ. ഓണർ എന്ന് പറഞ്ഞാൽ എന്താണ്? നിനക്ക് പിന്നെ പേര്, പ്രശസ്തി, ഇതെല്ലാമാണ് ഓണർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2, എന്താണ്? നിനക്ക് ഈവൻ അഥവാ നീ മരിച്ചാലും ശരി അർജുന, നിനക്ക് കിട്ടാൻ പോകുന്നത് സ്വർലോക പ്രാപ്തി ആയിരിക്കും. അതാണ് കർമ്മകാണ്ഡം എന്ന് പറയുന്നതിന്റെ അറ്റത്തെ സാധനം, അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഉപരിലോകങ്ങളിൽ പോകുക എന്നുള്ളതാണ്. ധർമ്മത്തിനനുസരിച്ച് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുണ്യമാണ് കിട്ടുക. പുണ്യം എവിടെയാണ് നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്? സ്വർലോകങ്ങളിലാണ് അനുഭവിക്കാൻ പോകുന്നത് എന്ന് പറയുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് നമ്മൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഭക്തന്മാരുടെ സ്വധർമ്മം ചെയ്യുന്ന ആ ഒരു കാര്യമല്ല പറയുന്നത്. ഭക്തന്മാരുടെ സ്വധർമ്മം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഭക്തിയുത സേവനം, അതിന് സ്വർലോക പ്രാപ്തി ഒരു ലക്ഷ്യമല്ല, അതിന് ലക്ഷ്യമേ ഇല്ല. എവിടെ ആയിരുന്നാലും ഭക്തി ചെയ്താൽ മതി എന്നാണ്. ഇവിടെ പക്ഷെ അർജുനനോട് ആദ്യം ഭഗവാൻ ഇങ്ങനെ പറയുന്നില്ല. അർജുനനോട് പറയും ഭഗവാൻ, കുറച്ച് കഴിഞ്ഞിട്ട് പറയും. എങ്ങനെ പറയും? പതുക്കെ പതുക്കെ കർമ്മകാണ്ഡം കഴിഞ്ഞ് മറ്റേ എന്താണ് ഹഠയോഗം, ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ 6 മുതൽ 12ാമത്തെ ചാപ്റ്ററിന്റെ അകത്ത് ഭക്തിയോഗത്തിനെ കുറിച്ച് പറയും, സന്യാസത്തിനെ കുറിച്ച് പറയും. എന്നിട്ട് അവസാനം അർജുനൻ എന്ത് ചെയ്യും? സ്വധർമ്മം തന്നെ ചെയ്യും. പക്ഷേ ഭഗവാന് വേണ്ടി ചെയ്യുന്നത് കൊണ്ട് അത് നോർമലി തന്നെ ഭക്തിയുത സേവനം ആവുകയും ചെയ്യും. ഇതാണ്
ഭക്തിയുടെ പ്രത്യേകത. നമ്മളൊന്നും ഉപേക്ഷിച്ച് എവിടെയും പോയി തപസ്സിരുന്ന് പ്രത്യേകിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഭക്തി പരിശീലിക്കേണ്ട ആവശ്യമില്ല. സ്വധർമ്മം ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രീം ലൈൻ ചെയ്യാൻ പറ്റും നമ്മുടെ ഭക്തിയെ. പ്രഭുപാദ് പറയുന്നു, ഫൽഗു വൈരാഗ്യം അല്ല വേണ്ടത്. പ്രാപഞ്ചികതയാ ബുദ്ധിയ ഹരിസംബന്ധി വസ്തുന മുമുക്ഷുഭി പരിത്യാഗോ വൈരാഗ്യം ഫൽഗു കഥ്യത. ഇതല്ല ഇതൊന്നും അല്ല എന്നും പറഞ്ഞിട്ട് എല്ലാം ഉപേക്ഷിക്കുന്നത്. ഇതൊക്കെ ഉപയോഗിക്കാം. എന്തിനു വേണ്ടിയിട്ട്? പ്രഭുപാദ് ഉപയോഗിച്ചിരുന്നു. സമ്പത്തിനെ ഉപയോഗിച്ചിരുന്നു. മൈക്രോഫോൺ പോലുള്ള ആധുനിക ഉപകരണങ്ങളെ ഉപയോഗിച്ചിരുന്നു. പ്രസാദത്തിനെ ഉപയോഗിച്ചിരുന്നു. ഓപ്പുലന്റ് ആയിട്ടുള്ള പിന്നെ വർഷിപ്പ്, ഇതെല്ലാം ആർക്ക് ചെയ്തിരുന്നു? പ്രഭുപാദ് ഉപയോഗിച്ചിരുന്നു. പക്ഷെ അതിനകത്ത് അദ്ദേഹത്തിന് അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നില്ല. ഏറ്റവും അവസാനം അദ്ദേഹത്തിന്റെ മരണസമയത്ത് ഓർ കോയി ഇച്ഛ ഹേ പ്രഭുപാദ് എന്ന് ചോദിച്ചപ്പോഴത്തേനും കുച്ച് ഇച്ഛ നഹി, എനിക്ക് ഒരു ആഗ്രഹവുമില്ല. ഇതാണ് ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഡിറ്റാച്ച്മെന്റ് എന്ന് പ്രഭുപാദ് കാണിച്ചു തന്നിട്ടുണ്ട്. എന്താണ് പറയുന്നത്? യുക്ത വൈരാഗ്യം എന്ന് പറയുന്നത്. എന്തിനെയാണോ ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നത് അതിനെ ഉപയോഗിക്കുക. അപ്പൊ അർജുനൻ എന്തിനെയാണോ ഭഗവത് സേവനത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നത്? അർജുനന്റെ കഴിവിനെ. അപ്പൊ അർജുനൻ സ്വധർമ്മം ചെയ്തു കഴിഞ്ഞാൽ എന്തായി മാറും? നാച്ചുറലി സ്ട്രീം. കാരണം അർജുനൻ ഭക്തനായതുകൊണ്ട് സ്ട്രീം ലൈൻ ചെയ്താൽ എവിടെ പോകും? അത് ഭക്തി തന്നെ ആയി മാറും. കരിഷ്യ വചനം തവ. അർജുനന്റെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ല അർജുനൻ ചെയ്യുന്നത്. അർജുനന്റെ സ്വന്തം ഇഷ്ടം എന്തായിരുന്നു? കാട്ടിപ്പോയി തപസ് ചെയ്ത് അല്ലെങ്കിൽ കാട്ടിപ്പോയി ഭിക്ഷയാചിച്ച് ജീവിക്കാമെന്നായിരുന്നു. പക്ഷേ ഗീത മുഴുവൻ കേട്ട് കഴിഞ്ഞപ്പോ അർജുനൻ അതല്ല ചെയ്തത്. അർജുനന്റെ തെറ്റിദ്ധാരണയായിരുന്നു അത്. ഭക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താണ് ഇതൊന്നും, ഈ യുദ്ധം എന്ന് പറയുന്നത് ചെയ്യാണ്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് എനിക്ക് നല്ലത് എന്ന് അർജുനൻ ചിന്തിച്ചത്. എന്തുകൊണ്ടാണ്? അർജുനന്റെ തെറ്റിദ്ധാരണയായിരുന്നു. അവസാനം ഭഗവത്ഗീത എല്ലാം പറഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞു, നീ ഇത് ആലോചിച്ച് പ്രവർത്തിക്കുക അർജുന എന്ന് പറഞ്ഞു. അപ്പൊ അർജുനൻ എന്ത് പറഞ്ഞു? നഷ്ടോ മോഹ സ്മൃതിർ ലപ്ത്വാത്പ്രസാദാത് മയ അച്യുത കരിഷ്യ വചനം. എനിക്ക് മനസ്സിലായി പിന്നെ ഭഗവാനെ, അങ്ങയുടെ വാക്ക് അറിയുന്നതും പ്രവർത്തിക്കുന്നതും അതിനനുസരിച്ച് എന്നെ മോൾഡ് ചെയ്യുന്നതുമാണ് ഭക്തി എന്ന് പറയുന്നത്. എന്റെ ഏറ്റവും ശ്രേയസ് അത് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല. കരിഷ്യ വചനം തവ. എന്നിട്ട് നന്നായിട്ട് ഫൈറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പൊ അർജുനൻ സ്വധർമ്മവും ചെയ്തു, പരോധർമ്മവും ചെയ്തു. അപ്പൊ ഇവിടെ സ്വധർമ്മത്തിനെ കുറിച്ച് പറയുന്നത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ സ്വധർമ്മത്തിനെ, അതായത് ഇത് ചെയ്യണ്ടെന്നല്ല പറയാം. നമ്മളുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ ഇപ്പൊ ഞാൻ എന്റെ ശരീരം എന്ന് പറയുന്ന സ്ത്രീയുടെയാണ്. എനിക്കൊരു ധർമ്മമുണ്ട്, പുരുഷനൊരു ധർമ്മമുണ്ട്, ഒരമ്മയ്ക്ക് ഒരു ധർമ്മമുണ്ട്, രാജാവിനൊരു ധർമ്മമുണ്ട്, ഒരു മന്ത്രിക്ക് ഒരു ധർമ്മമുണ്ട്. ഇത് എല്ലാം വന്നിട്ട് എന്താണ്? ധർമ്മത്തിനനുസരിച്ച് ചെയ്യാനുള്ള ഡ്യൂട്ടീസ്. സൊസൈറ്റിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അത് ചെയ്യാതെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രിമച്വർ പരമഹംസ. എല്ലാം ഉപേക്ഷിച്ചിട്ട് പോകുന്ന കാര്യം. പക്ഷെ യഥാർത്ഥത്തിൽ അത് പരമഹംസനല്ല. അങ്ങനെ എല്ലാവരെയും കൊണ്ടും ചെയ്യാൻ പറ്റുകയില്ല. ഒരു ബ്രഹ്മചാരിക്ക് ഒരു കടമയുണ്ട്, ഒരു സന്യാസിക്ക് കടമയുണ്ട്. ഇതെല്ലാം അയാള് ഈ ശരീരത്തിൽ ഇരിക്കുമ്പോ ചെയ്യും. അപ്പോ സ്വധർമ്മം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. പരോധർമ്മം എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. എന്താണ്? സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തിരതോക്ഷജേ. പക്ഷെ സ്വധർമ്മം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒന്നുമല്ല. അർജുനനോട് യുദ്ധം ചെയ്യാൻ പറയും. നാളെ നമ്മളും വാളും പരിചയമൊക്കെ എടുത്തുകൊണ്ട് പുറത്തിറങ്ങി കണ്ടതിനെ എല്ലാം വെട്ടി കൊല്ലുകയാണോ ചെയ്യുന്നത്? അല്ല. ഇതിലൊരു ആഹ്വാനം ഇല്ല. അങ്ങനെ നമ്മൾ വന്നിട്ട് ക്ഷത്രിയനാണോ ഇല്ലയോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. എന്റെ ഗുണവും കർമ്മവും അനുസരിച്ച് ഞാൻ ഏത് വർണ്ണത്തിലും ആശ്രമത്തിലും വരിക എന്നുള്ളത് സെൽഫ്, എന്താണ് അതിന് പറയുന്ന പേര്? എന്താണ്? സ്വയം പരിശോധന. അതെ, ആത്മപരിശോധന. എന്താണ് എന്റെ സ്വഭാവം? എന്റെ ടാലൻസ് എന്താണ്? എന്തൊക്കെ കഴിവുകളാണ് എനിക്കുള്ളത്? അത് ഞാൻ ഈ സമൂഹത്തിന് വേണ്ടിയിട്ടും അതും അൾട്ടിമേറ്റ്ലി ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയിട്ടും എന്താണ് ഞാൻ വിനിയോഗിക്കാനുള്ളത്? ഇതെല്ലാം ചിന്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ വർണ്ണ ആശ്രമം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. യഥാർത്ഥത്തിൽ എല്ലാവരും ജന്മനാ ജായതേ ശൂദ്ര എന്ന് പറയുന്ന പോലെ എല്ലാവരും ശൂദ്രന്മാരായിട്ടാണ് ജനിക്കുന്നത്. സംസ്കാരാത് ഭവേ ദ്വിജ. സംസ്കാരം കൊണ്ട് മാത്രമേ ആൾക്ക് സെക്കൻഡ് ബർത്ത് ഉണ്ടാവുകയുള്ളൂ. പിന്നെ എന്താണ്? സ്വധർമ്മം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ സ്വഭാവത്തിനനുസരിച്ച് വ്യത്യസ്തമാണ്. അർജുനന്റെ സ്വഭാവം ക്ഷത്രിയനായതുകൊണ്ടാണ് അർജുനനോട് യുദ്ധം ചെയ്യാൻ പറയുന്നത്. നമ്മളോട് ഭഗവാൻ യുദ്ധം ചെയ്യാൻ പറയുന്നില്ല. കാരണം നമ്മൾ ക്ഷത്രിയനാണെങ്കിൽ മാത്രമേ അത് പ്രാവർത്തികമാക്കാൻ പറ്റുകയുള്ളൂ. നമ്മള് എന്താണ്? നല്ല കാര്യത്തിൽ നമുക്ക് എക്സ്പെർട്ടീസ് ഉണ്ട്, നമുക്ക് ബിസിനസ് ചെയ്യാൻ. നമ്മള് എന്താണ്? ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് നമുക്ക് നല്ല എഫിഷ്യന്റ് ആയിട്ട് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ അതെല്ലാം ഉപേക്ഷിച്ച് അയാൾ ഒരിടത്ത് പോയിരുന്ന് സന്യസിക്കാൻ ശ്രമിച്ച വീണ്ടും അയാളുടെ ചിന്ത അതിനകത്ത് തന്നെ ആയിരിക്കും. അത് സ്വധർമ്മം ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ധർമ്മത്തിനെ, അതായത് വേറൊരു ധർമ്മത്തിനെ അയാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അയാളുടെ ടാലന്റ് അവിടെയാണ്.
ആ ടാലന്റ് അനുസരിച്ച് മാത്രമേ ഇയാൾക്ക് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. ഒരു ബ്രാഹ്മണന് അഹിംസ എന്ന് പറയുന്നത് അയാളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കേണ്ട കാര്യമാണ്. അഹിംസ അതായത് ഒന്നിനെയും എന്താണ് ശമോദമ തപ ശൗചം ക്ഷാന്തിരാർജവം ഏവച ജ്ഞാനം വിജ്ഞാനം ആസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജ. ഇത്രയും ജ്ഞാനവും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് അയാൾക്ക് ഇനി ഒരാളെ ഹിംസിക്കാൻ പറ്റുകയില്ല. അത് ബ്രാഹ്മണന്റെ സ്വഭാവമാണ്. അയാളെ ഹിംസിച്ചു കഴിഞ്ഞാലാണ് പ്രശ്നം. അത് അയാളുടെ നാച്ചുറൽ ടെൻഡൻസി അല്ല. പക്ഷെ ക്ഷത്രിയനോ, ക്ഷത്രിയൻ യുദ്ധേച്ചാപി യുദ്ധേച്ചാപി ആപലായനം. ക്ഷത്രിയൻ ഇവിടുന്ന് തിരിഞ്ഞോടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്. യുദ്ധം ചെയ്ത് തന്റെ എതിരെ നിൽക്കുന്ന ആ ഒരു ശത്രുവിനെ ധർമ്മത്തിൽ വന്നിട്ട് തെറ്റായിരിക്കുന്ന ശത്രുവിനെ ധർമ്മത്തിൽ വന്നിട്ട് എന്ത് ചെയ്യുക, അയാളെ കീഴ്പ്പെടുത്തുക എന്നുള്ളത് അത് ക്ഷത്രിയന്റെ ധർമ്മമാണ്. അപ്പൊ ബ്രാഹ്മണന്റെ ധർമ്മവും ക്ഷത്രിയന്റെ ധർമ്മവും ഒന്ന് തന്നെയാണോ? അല്ല. വൈശ്യന്റെ ധർമ്മവും ക്ഷത്രിയന്റെ ധർമ്മവും ഒന്ന് തന്നെയാണോ? ഇല്ല. അയാള് കൃഷി ഗോരക്ഷ വാണിജ്യം വൈശ്യകർമ്മ സ്വഭാവജം. എല്ലാ സർവീസും ശൂദ്രന്റെ സ്വഭാവം. കാരണം അതിനുള്ള ഇൻക്ലിനേഷൻ, അതിനുള്ള ടാലന്റ് ഇതൊക്കെ വെച്ചിട്ടാണ് ഒരാള് ചിന്തിക്കുക. അത് ആത്മപരിശോധന ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ, നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഈ ആത്മപരിശോധനയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കണം എനിക്ക് എന്തൊക്കെയാണ് ടാലൻസ് ഉള്ളത്, എങ്ങനെ എനിക്ക് ഇതിനകത്ത് ഈ ഒരു കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിന് ഇതിനെ കൊടുക്കാൻ പറ്റും, എന്റെ ടാലന്റിനെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ എനിക്ക് എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ആധ്യാത്മികമായിട്ട് പുരോഗമിക്കാൻ പറ്റും. ഇതെല്ലാം വന്നിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതിനെ നമുക്ക് സ്ട്രീം ലൈൻ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ പറയുന്ന സ്വധർമ്മം എന്ന് പറയുന്നത്, യുദ്ധം എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വധർമ്മമല്ല, അർജുനന്റെ ക്ഷത്രിയന്മാരുടെ സ്വധർമ്മത്തെ കുറിച്ചാണ് പറയുന്നത്. നമ്മളുടെ സ്വധർമ്മം എന്ന് പറയുന്നത് എന്താണെന്ന് സെൽഫ് റിഫ്ലക്ഷനിൽ കൂടെ മാത്രമേ ആത്മപരിശോധന. ഓക്കെ, അപ്പോ നമ്മുടെ സമയം അവസാനിക്കാൻ പോകുന്നു. ഈ ഒരു 2 ശ്ലോകങ്ങളുടെ ബന്ധം എന്താണ്? കഴിഞ്ഞ ശ്ലോകം എന്ന് പറയുന്നത് ആത്മാവിനെ കുറിച്ച് സംസാരിക്കുന്നതിന്റെ ലാസ്റ്റ് ശ്ലോകം 2.11 മുതൽ 30 വരെ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ശ്ലോക 31 എന്ന് പറയുന്നത് ഈ ധർമ്മത്തിനെ കുറിച്ച് തുടങ്ങുന്നത്, അതായത് കർമ്മകാന്ഡം. അർജുനന്റെ എൻജോയ്മെന്റ് എന്ന് പറയുന്ന വാദത്തിനെ ഖണ്ഡിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. യുദ്ധം ചെയ്തില്ലെങ്കിലാണ് നിനക്ക് എൻജോയ്മെന്റ് ഇല്ലാത്തത്. കാരണം നിന്റെ ധർമ്മം ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ഡിസോണറും എന്താണ് അകീർത്തികരം, അസ്വർഗ്യം, ഇതൊക്കെയാണ് നിനക്ക് കിട്ടാൻ പോകുന്നത് അർജുന. അതുകൊണ്ട് നീ യുദ്ധം ചെയ്യണം. യുദ്ധം ചെയ്താൽ എന്താണ് കീർത്തിയും ധനവും രാജ്യവും ഇതെല്ലാം കിട്ടും. മാത്രമല്ല ഉപരിലോകങ്ങളെ കുറിച്ച്, അഥവാ നീ മരിച്ചു പോയാലും ഉപരിലോകങ്ങളിലാണ് നിനക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത്. ഇത് കർമ്മകാന്ഡമാണ്. ഈ ഒരു ട്രാൻസിഷന്റെ ആദ്യത്തെ പാർട്ടാണ് കർമ്മകാന്ഡം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് അടുത്ത ക്ലാസ്സുകളിൽ, അതായത് അടുത്തടുത്ത ശ്ലോകങ്ങൾ വായിച്ചു കഴിയുമ്പോൾ കൂടുതൽ വ്യക്തമായിട്ടുള്ള ധാരണ നമുക്കുണ്ടാകും. ഈ ഒരു ക്ലാസ്സിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്ന എല്ലാ ആൾക്കാർക്കും വളരെയധികം നന്ദി. ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ 2 മിനിറ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 8 മണിക്ക് നിങ്ങൾക്ക് പുതിയ ക്ലാസ് ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ടോ മാതാജി? ഐശ്വര്യ മാതാജി, ഇനി അടുത്ത ക്ലാസ് ഉണ്ടോ മാതാജി? 8 o'clock. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രമാജി. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. 8 മണിക്ക് ഇന്ന് ക്ലാസ് ഉണ്ട് മാജി. ഓക്കെ, അപ്പൊ നമുക്ക് നേരത്തെ നിർത്താം. ഓ മാജി പറയണം. മാജിക്ക് എന്തെങ്കിലും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടെങ്കിൽ 9 മിനിറ്റ് ഉണ്ട് മാജി. ഇല്ല, എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ ഈ ഒരു ശ്ലോകത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് ആർക്കെങ്കിലും കൂടുതൽ പിന്നെ എന്താണ് റിയലൈസേഷൻ പറയാനുണ്ടെങ്കിൽ അത് ഈ ഒരു 2 മിനിറ്റ് നമുക്ക് അതിനു വേണ്ടി ഉപയോഗിക്കാം. സോറി മാതാജി, ഞാനത് എനിക്ക് ഇന്നലെ പ്രഭു എടുത്തില്ല എന്ന് പറഞ്ഞില്ലേ മാതാജി എന്നോട്. അപ്പൊ 2 ശ്ലോകം ആയപ്പോഴേക്കും എനിക്ക് കൺഫ്യൂഷൻ ആയിപ്പോയതാണ്. ഏതായിരുന്നു പ്രഭു എടുക്കാത്തത് എന്നുള്ളത്, ഞാൻ 30 ആണ് 31 ആണോ എന്നുള്ളത് മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഞാനത് ഓവർലാപ്പ് ചെയ്ത് എടുത്തത്. കുഴപ്പമില്ല, നാളെ ഉള്ള ആളും 2.31 തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം അതാവുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ എല്ലാവരുടെയും ചേഞ്ച് ചെയ്യേണ്ടി വരും. ഹരേ കൃഷ്ണ. വളരെ നന്ദി മാജി. നല്ല ക്ലാസ് ആയിരുന്നു. ഗംഭീര. പുതിയ ആൾക്കാര് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോ അവർക്കൊക്കെ നല്ലൊരു ഇൻസ്പയറിംഗ് ക്ലാസ് ആയിരുന്നു. അപ്പോ
തീർച്ചയായിട്ടും ഇതൊരു ഇന്ററാക്റ്റീവ് സെഷനായി മാറ്റണമെന്നാണ് എൻ്റെ ആഗ്രഹം ഭഗവത്ഗീതയിൽ പുതിയ ആൾക്കാർക്ക്. അപ്പോ ദയവായി മുന്നോട്ട് വരണം നമ്മുടെ പ്രിയപ്പെട്ട ഭക്തജനങ്ങളെല്ലാം. തീർച്ചയായിട്ടും ആദ്യമായി ഭഗവത്ഗീത ക്ലാസ്സിൽ കേൾക്കുന്നവർക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാകും. അപ്പം മാതാജീസിന്റെ ക്ലാസ്സിൽ ചിലപ്പം മാതാജീസ് നന്നായി സംസാരിക്കും, പ്രഭുസിന്റെ ക്ലാസ്സിൽ ചിലപ്പോൾ അവർ ബാക്ക് അടിച്ചിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്ന വ്യക്തി മെറ്റീരിയലിലും സ്പിരിച്വലിയും ഒക്കെ വളരെ ഫോർച്ചുനേറ്റ്ലി അഡ്വാൻസ്ഡ് ഡ്യൂട്ടിയാണ്. അപ്പൊ ദയവായി ഞാൻ എല്ലാവരോടും ആവശ്യപ്പെടുന്നത് ദയവായി മുന്നോട്ട് വരണം. പ്രിയപ്പെട്ട ഹരിപ്രിയ ദേവിദാസ് മാതാജി ഒരു ഫിസിഷ്യനാണ്, ഡോക്ടറാണ്. നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സൂപ്പർ ഡോക്ടറും കൂടിയാണ്. അറ്റ് ദ സെയിം ടൈം വിധിപ്രകാരമുള്ള ബ്രഹ്മമധ്വ ഗൗഡീയ വൈഷ്ണവ ഗുരു പരമ്പരയിൽ നിന്നും ദീക്ഷ എടുത്ത ഒരു നല്ലൊരു ഡിവോട്ടിയും കൂടിയാണ്. ഒരേ സമയത്ത് തന്നെ മെറ്റീരിയലും സ്പിരിച്വലും ബാലൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളത് പൊതുവെ ഭൗതിക ലോകത്തിൽ പാടാണ്. ഒന്നുകിൽ മെറ്റീരിയൽ മാത്രം അല്ലെങ്കിൽ സ്പിരിച്വൽ മാത്രം എന്നുള്ളതാണ് നമ്മൾ കാണപ്പെടുന്നത്. എന്നാൽ മാതാജിയെ പോലുള്ള ഡിവോട്ടീസ് ശരിക്കും ഒരു മാതൃകയാണ്. രണ്ടിടത്തും ഒരുപോലെ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ പോലുള്ള ഒരുപാട് ആൾക്കാർക്ക് ഇവരെല്ലാം നല്ല രീതിയിൽ ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. ഞാൻ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ഭക്തജനങ്ങളോട് ആവശ്യപ്പെടുന്നത് ദയവായി ഈ ഡോക്ടറിനോട്, ഈ ഡോക്ടർ മാതാജിയോട് നിങ്ങളുടെ എന്ത് ഡൗട്ട്സും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലും ഒരു കമൻസ് നിങ്ങൾ മുന്നോട്ട് വന്ന് പറയണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. എങ്കിൽ മാത്രമേ ഇതൊരു നമ്മുടെ പ്രോഗ്രാമായി മാറുള്ളൂ. ഇല്ലെങ്കിൽ മറ്റൊരു പ്രോഗ്രാമിൽ നമ്മൾ വന്നു പോകുന്നവരായി മാറും. നിങ്ങൾ ഓരോരുത്തരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ആത്മാവ് എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചാണ്. ഒരുപാട് ഡൗട്ട്സ് തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ ആരെങ്കിലും ഒന്ന് മുന്നോട്ട് വന്ന് എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാമോ? അത് തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും അതേ ഡൗട്ട് ഉണ്ടാവും, അത് അവർക്കും കൂടെ ഉപകാരപ്പെടും. പ്ലീസ്. താങ്ക് യു മാതാജി. വളരെ സന്തോഷം. നന്ദി മാതാജി. കറക്റ്റ്. മാതാജി, ഞാൻ ഹരേ കൃഷ്ണ. ഒരു 2 ആഴ്ചയോളം ആയുള്ള ഈ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് വലിയ അറിവൊന്നുമില്ല ഇതിനെപ്പറ്റി. അപ്പം ഇതിനെപ്പറ്റിയൊക്കെ അറിയാൻ ഭയങ്കര താല്പര്യമുണ്ട്. അപ്പോൾ ഈ മാംസഭക്ഷണം കഴിക്കുന്നതിനെ പറ്റി ഇന്ന് മാതാജി സംസാരിച്ചിരുന്നല്ലോ. അപ്പം ഞാനിങ്ങനെ ചെറുപ്പത്തിലെ തൊട്ട് ഇതിങ്ങനെ ഒന്നും കഴിക്കാത്തൊരു കുടുംബത്തിലായിരുന്നു. പക്ഷേ വിവാഹം കഴിഞ്ഞ വീട്ടിൽ ഇതെല്ലാം ഉപയോഗിക്കുന്ന ആളാണ്. പക്ഷേ എനിക്കിതുവരെ അതുമായിട്ടങ്ങ് പൊരുത്തപ്പെടാനേ പറ്റിയിട്ടില്ല. കല്യാണം കഴിഞ്ഞ ആ സമയത്തൊക്കെ ഉപയോഗിക്കുമായിരുന്നു. രണ്ടാമത്തെ കുട്ടി ഉണ്ടായ പിന്നെ എനിക്ക് എൻ്റെ മനസ്സെന്തോ അത് കഴിഞ്ഞ പിന്നെ ആ സമയത്ത് ഈ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഇത് ഉപേക്ഷിച്ച് പിന്നെ എനിക്കതില്ലാതിരിക്കുമ്പോൾ എന്തോ ഒരു ഭയങ്കര ഒരു ശക്തിയൊക്കെ കിട്ടുന്നത് പോലെ ആയതുകൊണ്ട് ഞാനതിങ്ങനെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. പക്ഷേ വീട്ടുകാരുമായിട്ട് ഇങ്ങനെ പൊരുത്തപ്പെട്ടു പോകാൻ ഇപ്പോൾ അവരെടുക്കുന്ന ആ പാത്രം, അപ്പം അങ്ങനെയാണ് നീ ഒരു പാത്രം മാറ്റി വെച്ചവർ, അങ്ങനെയൊക്കെ ഭയങ്കര ഒരു ഇത് രണ്ടും കൂടെ തമ്മിലുള്ള ഒരു കോംപ്ലിമെൻ്റാണ് നമുക്ക്. അങ്ങനെയുള്ളൊരു അവസ്ഥയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്താണെന്ന് വെച്ചാൽ ഞാൻ ചിലയിടത്തൊക്കെ കേട്ടിട്ടുണ്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കാര്യവും ചെയ്യരുത്. ഇങ്ങനെ ഒരു പാചകത്തിനാണെങ്കിലും അങ്ങനെയൊന്നും ഞാനിപ്പോൾ അങ്ങനെയൊന്നും അത് ചെയ്യാറില്ല. അതപ്പം നമ്മൾ അങ്ങനെയൊക്കെ അതിൽ ഇടപെടാൻ, അതായത് സവോള പൊളിക്കുക അങ്ങനെയൊക്കെ എന്നെ കൊണ്ട് പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നേ. ഇത് സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് മാതാജി. നമ്മൾ വലിയ റിബലുകളായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത പോലെ അവർ നമ്മളെ കൺസ്ട്രിക്ട് ചെയ്ത് കളയും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പ്രഭുപാദ് അമേരിക്കയിൽ പോയപ്പോ പ്രഭുപാദിന് സാലി എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ഒറിജിനുള്ള ഒരാളുടെ വീട്ടിൽ താമസിക്കേണ്ടി വന്നപ്പോൾ അദ്ദേഹം ആ വീട്ടിലെ ഫ്രിഡ്ജ് ഉപയോഗിച്ചിരുന്നു. അപ്പൊ അവിടെ അവര് വെജിറ്റേറിയൻസ് ആണ്, അതായത് ഈ ആൾക്കാർ വെജിറ്റേറിയൻസ് ആണ്. പക്ഷെ അവിടെ ഉള്ള എല്ലാ ആൾക്കാരും വീട്ടിൽ ഡോഗിനെ വളർത്തും. അപ്പൊ ഈ പിന്നെ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു മാംസം എന്നൊക്കെ പറയുന്നത് അവർ ആ ഫ്രിഡ്ജിനകത്ത് തന്നെയാണ് വെക്കുന്നത്. അപ്പൊ പ്രഭുപാദ് എന്ത് ചെയ്തു? പ്രഭുപാദിന് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ആ സമയത്ത് പ്രഭുപാദിന് അത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നു. പ്രഭുപാദ് ആ ഫ്രിഡ്ജ് തന്നെ ഉപയോഗിക്കേണ്ടിയും വന്നു. അപ്പോ സന്ദർഭത്തിനനുസരിച്ച് മാതാജിക്ക് ബോൾഡ് ആയിട്ട് മാതാജിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ
എനിക്കിത് എന്തെങ്കിലും ഒരു മെറ്റീരിയൽ കാര്യം പറയുക, ഇത് എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, അങ്ങനെ അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ, ഇപ്പൊ അലർജിയോ അതുപോലെ എന്തെങ്കിലും പിന്നെ എന്താണ് അത് കഴിക്കുമ്പോൾ വോമിറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണ്, അതിന്റെ മണം കേട്ട് കഴിയുമ്പോൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവരെ വിശ്വസിപ്പിക്കാൻ പറ്റുമെങ്കിൽ, കുറച്ച് അങ്ങനെയൊക്കെ വിശ്വസിപ്പിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. കഴിക്കുന്നില്ല എന്നുള്ളത് ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ചിലപ്പോ അതുമായിട്ട് പൊരുത്തപ്പെട്ട് ചെറുതായിട്ട് ഒരു എന്താണ് വിട്ടുവീഴ്ചയൊക്കെ ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷെ നമ്മളുടെ പ്രിൻസിപ്പിൾസിനകത്ത് നമ്മൾ അത് കഴിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ അത് കുക്ക് ചെയ്യുകയോ ചെയ്യുക എന്നുള്ളത് ആ സാഹചര്യത്തിനനുസരിച്ച്. ചില ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് എല്ലാം വന്നിട്ട് എന്താണ് റെഗുലേറ്ററി പ്രിൻസിപ്പിൾസിനെ എല്ലാം ഒറ്റയടിക്ക് ഫോളോ ചെയ്യാൻ പറ്റുകയില്ല. അവര് നാമം ജപിച്ചു തുടങ്ങുക, പുസ്തകം വായിക്കുക, പതുക്കെ പതുക്കെ ഭഗവാൻ സിൻസിയർ ആയിരിക്കുന്ന സോൾസിന് സർക്കംസ്റ്റൻസ് ശരിയാക്കി കൊടുക്കുമെന്നാണ് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുക എന്നാണ് സാധാരണ പ്രഭുപാദും അദ്ദേഹത്തിന്റെ ഗുരു പരമ്പരയിലുള്ള ആൾക്കാരും പറയുന്നത്. നമ്മളുടെ സന്ദർഭം എന്ന് പറയുന്നത്, നമ്മൾക്ക് ഇപ്പൊ എനിക്ക് വന്നിട്ട് മാതാജിയുടെ സന്ദർഭത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇൻസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ജനറലി ഇങ്ങനെ പറയാം, അതായത് ചില വിട്ടുവീഴ്ചകൾ നമ്മൾ ചെയ്യേണ്ടി വരും നമ്മൾക്ക് സ്മൂത്ത് ആയിട്ട് നമ്മുടെ കൃഷ്ണാവബോധം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പൊ ചില സന്ദർഭങ്ങളിൽ ഇപ്പൊ കുറച്ചുനാൾ കഴിയുമ്പോഴത്തേനും നമ്മൾ അങ്ങനെ അത് വളരെ ബുദ്ധിമുട്ടിയാണ് ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലാകുമ്പോൾ മേ ബി ചിലപ്പോൾ ഭഗവാൻ വന്നിട്ട് അത് നമ്മളെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്നും മാറ്റും. പിന്നെ നമ്മൾ പറ്റുമെങ്കിൽ ഭോഗ അല്ലെങ്കിൽ ഭഗവാന് നിവേദ്യം സമർപ്പിക്കാൻ വേണ്ടിയിട്ട് സേഫ് ആയിട്ടുള്ള പാത്രങ്ങൾ, അതായത് ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് പാത്രം, അല്ലാത്തതിന് സെപ്പറേറ്റ് പാത്രം, അതൊരു റൂൾ ആക്കി എടുക്കുന്നത് നല്ലതായിരിക്കും. എന്താ വെച്ചാല് ഇത് ഭഗവാൻ ഓഫർ ചെയ്യുന്നതാണ്. എന്തായാലും നിങ്ങൾ ഹിന്ദുക്കളായതുകൊണ്ട് വീട്ടിൽ ഈ പ്രകാരം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഒരു സാധാരണ ഹിന്ദുക്കളുടെ വീട്ടിൽ വിളക്ക് കത്തിച്ച് കഴിയുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പിന്നെ സ്ഥലം ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും ഒരു ഓഫറിങ് കൊടുക്കുന്ന ഒരു ഇതുണ്ടാവും. അപ്പൊ പിന്നെ അങ്ങനെ ഉള്ളതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ പാത്രം വെക്കുന്നത്, അത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ പാത്രം വെക്കുന്നത് വളരെയധികം നന്നായിരിക്കും. അപ്പൊ അവർക്ക് മനസ്സിലാകും ഇത് രണ്ടും ഒത്തുപോവുകയില്ല എന്നുള്ളത്. അപ്പൊ നാച്ചുറലി കുറച്ചുനാൾ കഴിയുമ്പോൾ, ഇത് തുടക്കത്തിൽ എല്ലാവരും റിബലായിട്ടേ പെരുമാറുള്ളൂ. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യരുത് അവരിതെല്ലാം ഹോൾ ഹാർട്ടഡ്ലി അക്സെപ്റ്റ് ചെയ്യുമെന്ന്. എല്ലാവരും റിബലായിട്ട്. ഓക്കെ, മാതാജി, ദീപ്തി മാതാജി എന്ത്? ഹരേ കൃഷ്ണ, കേൾക്കുന്നുണ്ട്. ഉത്തരം. ഉത്തരം വ്യക്തമായി മാതാജി. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. സമയം 8 മണിയായി. താങ്ക് യു മാജി. വളരെ നല്ല ആൻസർ ആയിരുന്നു മാജി കൊടുത്തത്. വളരെ നന്നായിരുന്നു മാജി. താങ്ക് യു. താങ്ക് യു. ഹരേ കൃഷ്ണ.